അങ്ങനെ അങ്ങനെ പറഞ്ഞത് ഒരു ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ സൂറത്ത് ഖുർആന്റെ ഹൃദയമാണെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹദീസ് ഉണ്ട്. പക്ഷെ അത് ദുർബലമാണെന്നും പറയുന്നുണ്ട് കേട്ടോ, അള്ളാഹു ആലം. അതുപോലെ മണവാട്ടിയാണെന്ന് പറഞ്ഞിട്ടുള്ളതൊക്കെ ഉണ്ട്. മണവാട്ടി അർ-റഹ്മാനാണെന്ന് ഇങ്ങനെ എഴുതി വായിച്ചു ഞാൻ, അതാ ചോദിക്കുന്നത്. സംശയം. റഹ്മാനെയാണ് മണവാട്ടിയായിട്ട് പറയുന്നത്. യാസീൻ ഉം. സൂറത്തിനെ പല ഇവിടെ ഈ നമ്മളെ ഈ നാടുകളില് ഭയങ്കരമായിട്ട് അതിനെ ഉയർത്തി വെക്കുന്നത് കാണാം. കാരണം മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ അടുത്തിരുന്ന് ഓതാനും ഒക്കെ ആ അതിനെ, അതുപോലെ ഖുർആന്റെ നടുകണ്ടമാണ്. അതുപോലെ ഖുർആന്റെ അങ്ങനെ ഒരുപാട് അതിനെ അങ്ങോട്ട് ഉയർത്തി വെച്ചിട്ട് ആളുകൾ പറഞ്ഞേക്കാം. അത് മാത്രം അമലാക്കുന്ന പല ആളുകളുണ്ട്. ഖുറാനിൽ എന്താണ് അവർക്ക് ഹിഫ്ള് ഉണ്ടെന്ന് ചോദിച്ചാൽ യാസീനാണ് ഹിഫ്ള് എന്ന് പറയും. കാരണം വേറെ ഒന്നും ഉം. അവർക്ക് അവര് ഓതാറില്ല, അവർക്ക് അറിയൂല. എവിടെയും ദുആ ചെയ്യാനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടൊക്കെ എല്ലാരും യാസീൻ ഓതിയിട്ടാണ് ദുആ ചെയ്യുക. അപ്പം അതൊരു നമ്മളെ ഒരു ചടങ്ങ് പോലെയായിട്ട് നമ്മുടെ നാടുകളിലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ ആധികാരികത ഉലമാക്കൾ ചോദ്യം ചെയ്യുന്നത്. അത് ആഹ് എന്താണ് സഹീഹായ ഹദീസ് കൊണ്ട് അത് ഏഹ് അതിനെ ഗണ്ഡിക്കുന്നതും അതുകൊണ്ടാണ്. അങ്ങനെ ഒരു സഹീഹായ ഹദീസ് അതിലില്ല എന്നാണ് പല ഉലമാക്കളും പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു ആലം. പിന്നെ നമ്മള് വിശ്വസിക്കുന്നത് ഷാഫി മദ്ഹബിലായതുകൊണ്ട് ഷാഫി മദ്ഹബിലെ നമുക്ക് 4 മദ്ഹബുകളാണുള്ളത് അല്ലെ. അപ്പൊ ആ മദ്ഹബുകളിലെ ഒരു മദ്ഹബാണ് ഷാഫി മദ്ഹബ്. ഷാഫി മദ്ഹബിന്റെയും ഈ മദ്ഹബുകൾ വരുന്നതിന്റെയും മുമ്പായിട്ടായിരുന്നു അള്ളാഹുവിന്റെ റസൂലും സഹാബികളും താബീങ്ങളും അവർക്ക് ശേഷം വന്ന സമൂഹം. അതിന്റെ ശേഷമാണ് ഈ മദ്ഹബുകളുടെ ഇമാമുമാരുടെ കാലഘട്ടം വരുന്നത്. അപ്പം ഈ അറിവ് സ്പ്രെഡായി പോയപ്പം പല പല രാജ്യങ്ങളിലേക്കും പല പല സ്ഥലങ്ങളിലേക്കും അറിവുള്ള ഒരുപാട് ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താവഴിന്ന് എല്ലാവരും പല രാജ്യങ്ങളിലേക്കും എത്തിപ്പോയി. അപ്പം അറിവ് സ്പ്രെഡായപ്പം പല സ്ഥലങ്ങളിലും കിട്ടിയ അറിവ് അവരുടെ ആ ഒരു അറിവിന്റെ പരിമിതിക്കുള്ളിലായിരുന്നു. അപ്പം മദ്ഹബുകൾ ഉണ്ടാക്കിയ ഇമാമുമാര് ആ അറിവുകളെ ക്രോഡീകരിച്ചുകൊണ്ട് അവരെന്ത് ചെയ്തു, അവരതിനെ ഒരു സംഹിത പോലെ നമ്മൾ എങ്ങനെയാണ് ദീന അറിഞ്ഞ് ജീവിക്കേണ്ടത് എന്നുള്ളതിന്റെ ഒരു സംഹിത ഉണ്ടാക്കി. അതായത് ഒരു രേഖ പോലെ ഉണ്ടാക്കി. അതിൽപ്പെട്ട ഒരു രേഖയാണ് നമ്മളെ കയ്യില് ഇന്ന് ഷാഫി ഇമാമിന്റെ മദ്ഹബ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പം ഇതേപോലെ തന്നെ വേറെ ഇമാമുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മാലിക്കി മദ്ഹബ്, അങ്ങനെ പല ഹംബൽ മദ്ഹബ് ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ ഇതേപോലെ തന്നെ അറിവ് കിട്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ ക്രോഡീകരിച്ചാണ് അവരവരുടെ സമൂഹത്തിൽ ഇങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്, ഇങ്ങനെയാണ് കൈ കെട്ടേണ്ടത്, ഇങ്ങനെയാണ് സുജൂദ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്, അങ്ങനെ അവർ എഴുതി ഉണ്ടാക്കിയ ഒരു രേഖയാണ്. അപ്പൊ അങ്ങനെ നമുക്ക് കിട്ടിയ രേഖയിൽ പെട്ടത് കൊണ്ടാണ് പല കാര്യങ്ങളിലും അതിലെ ഹദീസുകള് ചിലപ്പോൾ അതിലൊക്കെ ദുർബലത വന്നിട്ടുണ്ടാവും. പക്ഷെ അത് വേറെ വേറെ മദ്ഹബിൽ ചെല്ലുമ്പം അത് അങ്ങനെ ആയിരിക്കില്ല അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ചില സ്ഥലങ്ങളിൽ നിങ്ങൾ നിസ്കരിക്കുമ്പോൾ ഈ മക്കത്ത് നിങ്ങൾ പോയിട്ട് നിസ്കരിക്കാൻ നിൽക്കുമ്പം പല ആളുകളും പലതരത്തിൽ കൈ കെട്ടുന്നത് നമ്മൾ കാണാം. ചിലർ കൈ കെട്ടാതെ കൈ താഴ്ത്തിയിട്ട് നിൽക്കുന്നത് കാണാം. അപ്പം നിസ്കാരത്തില് പല രീതിയിലും അവർ അവലംബിക്കുന്നത് നിങ്ങൾ കാണും. അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസുകളിലൂടെ അവർ പഠിച്ച കാര്യങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല സ്ഥലങ്ങളിലും പല സമയങ്ങളിലും പല രീതിയിലും നിസ്കരിച്ച രീതിയൊക്കെയാണ് അത് അവലംബിച്ചിട്ടുള്ളത്. അപ്പൊ അവര് ചെയ്യുന്നത് തെറ്റാണെന്നും നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്നും എന്നൊന്നും നമ്മൾ വ്യാഖ്യാനിക്കാൻ പോകണ്ട. കാരണം അതൊക്കെ ആ മദ്ഹബിലെ അന്നത്തെ പണ്ഡിതന്മാര് അവർ ക്രോഡീകരിച്ച് വെച്ച രീതിയിൽ അവരുടെ സമൂഹം പഠിച്ചു വന്നതാണ്. അത് പോയിട്ട് നമുക്ക് ഇപ്പൊ തിരുത്താൻ പറ്റില്ല. അതേപോലെ തന്നെ നമ്മളെ സമൂഹത്തിലും അങ്ങനെ കുറെ കാര്യങ്ങൾ കേറിക്കൂടിയിട്ടുണ്ട്. അപ്പൊ അത് നമ്മളത് പെട്ടെന്ന് പോയിട്ട് ഒരാൾ നെഞ്ഞത്ത് കൈ കെട്ടണവരുണ്ട്, വയറിന്റെ മേലെ കൈ കെട്ടണവരുണ്ട്. നമ്മളെ മതബിലും അങ്ങനെ കാണുന്നുണ്ടല്ലോ അല്ലെ. അതില് ഏതായിരിക്കും ശരി? നെഞ്ഞിമേ കൈ കെട്ടണോ അതോ വയറിന്റെ മേലെ കൈ കെട്ടണതാണോ? അതെനിപ്പോ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് നിങ്ങൾ അവിടെ വ്യാഖ്യാനിക്കാൻ പോകണ്ട. നിങ്ങൾക്ക് എന്തായിട്ടാണ് ഹൈറായിട്ട് തോന്നുന്നത് ആ ഹൈറായിട്ടുള്ള രീതിയിൽ നിങ്ങൾ പിന്തുടരുക. പിന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച് നിങ്ങൾക്ക് അതിന്റെ ആധികാരികമായിട്ട് ഹദീസ് കൊണ്ട് നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടാല് നിങ്ങൾ ആ രീതി അവലംബിക്കുകയും ചെയ്യുക. ഒന്നും പഠിക്കാതെ പോയിട്ട് ആളുകളെ പോയിട്ട് പഠിപ്പിക്കാൻ പോകുന്ന ആളുകളാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ മിക്കവാറും ആളുകൾ. ഒരു ഹദീസ് പോലും പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ആളുകൾക്ക് ഭയങ്കര അറിവ് എത്തിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ അവർ ഭയങ്കര സംഭവമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ
നമ്മൾ ആദ്യം ഹദീസ് നോക്കി വായിച്ച് നമ്മുടെ കണ്ണുകൊണ്ട് തൃപ്തിപ്പെട്ട് നമ്മുടെ ഹൃദയം കൊണ്ട് തൃപ്തിപ്പെട്ട് എന്നിട്ട് നമ്മൾ അത് അമലാക്കി എന്നിട്ട് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അല്ലാതെ അതിനെ പോയിട്ട് ആരും ചോദ്യം ചെയ്യാൻ പോണ്ട. ഇപ്പം സുഡാനികൾ കൈ കെട്ടൂല, കൈ കെട്ടാതെയാണ് നമസ്കാരത്തിന് നിൽക്കുക. അപ്പൊ അതിനെങ്ങനെ വ്യാഖ്യാനിക്കും? അതിലൊക്കെ ഹദീസ് ഉണ്ട് താനും, അതിനൊക്കെ ഹദീസ് ഉണ്ട്. അപ്പൊ ഈ കൈ എവിടെയാണ് വയറുമ്മലാണോ നെഞ്ചത്താണോ എന്ന് ചോദിച്ചു നടക്കുന്ന ആളുകൾക്ക് ഉള്ള ഒരു ചോദ്യമാണ്. കൈ കെട്ടാതെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നിട്ടുണ്ട്. അപ്പം അതിനെങ്ങനെ വ്യാഖ്യാനിക്കും? അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഴിചാരണ്ട. ദീനിന്റെ കാര്യത്തില് നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് ഹദീസ് അതറിയാൻ കൊണ്ട് ഹദീസ് കൊണ്ട് നമ്മള് നമ്മൾ ആദ്യം കണ്ണുകൊണ്ട് വായിക്കണം, നാവ് കൊണ്ട് ചലിപ്പിക്കണം, ഹൃദയം കൊണ്ട് അറിയണം, എന്നിട്ട് അത് അമലാവണം. അതായത് നമ്മളത് അത് ജീവിതത്തിൽ പകർത്തണം. അതിനുശേഷം മറ്റൊരാളെ പഠിപ്പിക്കാനേ പാടുള്ളൂ. ഞാൻ ചെയ്യാത്തൊരു കാര്യം മറ്റൊരാളോട് ഞാൻ പറയാൻ പാടില്ല എന്നാണ്. നീ ചെയ്യാത്തൊരു കാര്യം നീ എന്തിനാണ് മറ്റൊരാളെ പഠിപ്പിക്കാൻ പോണത്? ഖുർആനിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്, നീ ചെയ്യാത്തൊരു കാര്യമല്ലേ എന്ന്. അതായത് നമ്മൾ ചെയ്യാത്തൊരു കാര്യം മറ്റൊരാളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര നമുക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. നമ്മളൊന്നും ഇങ്ങോട്ട് ഒരു കേൾക്കുമ്പോഴേക്കും കാര്യം അതും കൊണ്ട് ഞാൻ ആദ്യം ഇങ്ങനെ ആളുകൾക്ക് ഒരു മിനിറ്റ്, ഞാൻ ആദ്യം വയറുമ്മല് കൈ വെച്ചിട്ടാ നിസ്കരിച്ചത്. പിന്നെ എന്നോട് കുറെ പേര് പറഞ്ഞ് നെഞ്ഞത്ത് കൈ വെച്ച് നമ്മളെ ഹൃദയത്ത് തട്ടിയിട്ടാണ് പറയണത് നെഞ്ഞിമ്മേ കൈ വെക്കണം എന്ന് പറയുമ്പോൾ. അപ്പൊ ഞാനിപ്പോ അത് കേട്ടിട്ട് അങ്ങനെയാണ് ചെയ്യണത്. അപ്പൊ അത് ഏതാ ശരിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചു പോയത്. മുട്ട് അതായത് നെഞ്ചിന്റെയും വയറിന്റെയും ഇടയിലുള്ള ഒരു മധ്യരൂപമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചത് എന്നുള്ള ഒരു രീതിയുണ്ട്. അപ്പൊ ആ, അതുകൊണ്ട് അങ്ങനെ തന്നെ അത് തെറ്റായിട്ട് വ്യാഖ്യാനിക്കാനും പറ്റൂല. ഉം. അള്ളാഹു ആലം. അപ്പൊ പാവം. ഇങ്ങനെയാണ് കാര്യം. അപ്പൊ മദ്ഹബ് അനുസരിച്ചാണ് ഓരോരുത്തര് ചെയ്യുന്നത്. അപ്പൊ അതിനെ പൂർണ്ണമായിട്ട് തിരുത്തിയിട്ട് നമ്മളൊരു പുതിയ മദ്ഹബ് ഉണ്ടാക്കി കൊണ്ടുവരേണ്ടി വരും. അതിന് മാത്രം അറിവ് നമ്മളെ കയ്യിലില്ല. കുറെ കാര്യങ്ങളില് മദ്ഹബ് അനുസരിച്ച് പോകും. നമ്മളെ നാട്ടിലെ ഈവൻ സൗദിയിൽ നിന്ന് ഉള്ള ഇത് പഠിച്ച് വന്ന ആളുകൾ പോലും കുറെ കാര്യങ്ങള് ഷാഫി ഇമാമിന്റെ മദ്ഹബിൽ എങ്ങനെയാണോ പറഞ്ഞിട്ടുള്ള ആ രീതിയിൽ തന്നെ പോകുന്നുണ്ട്. കുറെ കാര്യങ്ങള് സൗദിയിൽ നിന്ന് സ്കോളേഴ്സ് പിന്നീട് തിരിച്ചറിഞ്ഞ് അവർ പറഞ്ഞു കൊടുത്ത രീതിയിലും പോകുന്നുണ്ട്. അപ്പൊ എല്ലാതും കൂടി കൂടി ചേർന്നിട്ടുള്ള ഒരു രീതിയിലാണ് ഇന്ന് ഒരുപാട് ആളുകളും ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാതും നമുക്ക് പൂർണ്ണമായിട്ട് നിരാകരിച്ച് ഒരു പുതിയൊരു മദ്ഹബിലേക്ക് പോകൽ സാധ്യമല്ല. അറിവിന്റെ പരിമിതി കൊണ്ട് അത്രയും കാലഘട്ടങ്ങൾ കഴിഞ്ഞു, 1400 വർഷങ്ങൾ കഴിഞ്ഞു. അപ്പൊ ഏറ്റവും സഹീഹായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും എടുക്കണം. അല്ലാത്തവ അള്ളാഹുവിൽ തവക്കലാക്കുക. ഒക്കെ അള്ളാഹു വിട്ടുകൊടുക്കുക. കാരണം അറിവില്ലായ്മ കൊണ്ട് നടക്കുന്നതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഒരാളെ ശിക്ഷിക്കില്ല. പക്ഷെ അറിവ് വന്നെത്തിയതിന് ശേഷം നമ്മൾ ശഠിച്ചു നിൽക്കുന്നത് അത് അഹങ്കാരത്തിന്റെ ലക്ഷണമാണ്. ആ അഹങ്കാരത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുക തന്നെ ചെയ്യും. അഹങ്കാരം എന്ന് പറയുന്നത് അള്ളാഹുൽ മാത്രം ഉള്ളതാണ്. അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അഹങ്കാരം. ഈ ലോകം മുഴുവനും സൃഷ്ടിച്ച അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അഹങ്കാരം. മനുഷ്യന് ഒരിക്കലും അഹങ്കരിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ പഠിച്ചു 1000 വർഷങ്ങൾക്ക് തുല്യമാണ്, നമ്മുടെ 1000 വർഷങ്ങൾക്ക് തുല്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് ഒരു ദിവസം. അത്രയും കാലഘട്ടത്തെ നിയന്ത്രിക്കുന്നവന്, ഒരു ദിവസം കൊണ്ട് നിയന്ത്രിക്കുന്നവന് ഒക്കെ അവന്റെ മുമ്പിൽ പോയിട്ടാണ് നമ്മൾ അഹങ്കാരം കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ അഹങ്കാരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല തച്ചൊടക്കും, അതിനെ ചവിട്ടി മെതിക്കും. അഹങ്കാരം ആര് കാണിച്ചാലും അവന് നാശമല്ലാതെ പിന്നെ അവന് ജീവിതത്തിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും വിനയമുള്ളവരാവുക. അറിവില്ലായ്മ തന്നെ ആയിട്ട് മനസ്സിലാക്കുക. നമ്മുടെ അറിവ് വളരെ പരിമിതമാണ്. ആ പരിമിതിക്കുള്ളിൽ ഇരുന്നു കൊണ്ട് മറ്റൊരാളെ നമ്മൾ ക്രൂശിക്കാനും പോകണ്ട. അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാം, ഇങ്ങനെ ഇങ്ങനെ അറിയുന്നുണ്ട്, എനിക്ക് അറിയില്ല, പൂർണ്ണമായിട്ട് അറിയില്ല, നിങ്ങൾ ഒന്നും കൂടി വെരിഫൈ ചെയ്തിട്ട് നിങ്ങളത് അമലാക്കിക്കോളൂ കേട്ടോ. അപ്പൊ അതിലൊരു വിനയമുണ്ട് നമുക്ക്. അല്ല ഇതാണ് ശരി എന്ന് പറഞ്ഞിട്ട് നമ്മളത് പറയുന്നതോട് കൂടിയിട്ട് നമ്മൾ ശരിക്കും അഹങ്കാരികളാവുകയാണ്. ഞാൻ എല്ലാം തികഞ്ഞവനാണെന്നുള്ളൊരു ചിന്തയാണ് നമ്മുടെ ഉള്ളിൽ. അതുകൊണ്ടാണല്ലോ നമ്മൾ മറ്റൊരാളെ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യമില്ല, നമുക്ക് അറിവ് എത്തിച്ചു കൊടുക്കാനേ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും എത്തിച്ചു കൊടുക്കാൻ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ളൂ. ഒരാളെയും പോയിട്ട് പിടിച്ചു വലിച്ച് ദീനിലേക്ക് കൊണ്ടുവരാൻ ഒരാളെ കൊണ്ടും പറ്റൂല. അപ്പൊ അതുകൊണ്ട് നമ്മൾ സൂക്ഷ്മത കാണിക്കുക. ഞാനും സൂക്ഷ്മത കാണിക്കാൻ പരിശ്രമിക്കുന്നുണ്ട്. എന്നാലും ചില അവസരങ്ങളിലൊക്കെ ചിലപ്പോൾ ഒരു ഒരു മനുഷ്യ സഹജമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇത് വരുമല്ലോ, തിന്മ വരുമല്ലോ. അത് കണ്ടു കഴിഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കുക. ഇങ്ങനെ ടീച്ചർ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ ടീച്ചറെ നിങ്ങൾ ചെയ്തത് ശരിയായില്ല,
നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും വന്നിട്ട് പറയാം. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് വിഷമം തോന്നും, പക്ഷെ പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് എനിക്ക് തിരുത്തി തന്നോളും. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അഊദു ഖൈറ. ബില്ലാഹി മിനശ് ശൈത്വാനിർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൗദിയിൽ പല മദ്ഹബുകളും ഒരുമിച്ച് ചേർന്നിട്ടുള്ളതാണ്. പല ഇമാമുകളും പല രീതിയിലാണ്, പല മദ്ഹബിന്റെ ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെയും നിങ്ങൾക്ക് അതിന്റെ പലതും കാണാൻ കഴിയും. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇത് 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 തിരിച്ചറിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഉൾക്കാഴ്ച ഉണ്ടാവും. നിങ്ങൾ ഇവിടുന്ന് വിട്ട് മാമിന്റെ നിങ്ങളൊരു ക്ലാസ് ഇങ്ങനെ കേൾക്കുമ്പോ കൂടുതൽ പഠിക്കാൻ തോന്നും. അപ്പൊ തഫ്സീറും ഇതൊക്കെ നല്ലോണം അറിയണം തോന്നും. അപ്പൊ പാലക്കാട് ഏരിയകളിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വേറെ പല മദ്ഹബുകളും നിങ്ങൾ കാണും. പിന്നെ കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ മദ്ഹബിലേക്ക് പോകും. അപ്പം നിങ്ങൾ പല സ്ഥലങ്ങളിലും ഈ ചുറ്റി സഞ്ചരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അറിവ് കിട്ടും. ഒരുപാട് അറിവ് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ട് തന്നെ ദീനിന്റെ കാര്യത്തിൽ ഒരുപാട് ഒരു ഉൾക്കാഴ്ച വരും. നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ കുറച്ച് സ്ഥലങ്ങളിൽ നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് പല ആളുകളും ചെയ്യുന്നതിനെ നമുക്കത് ശരിയാണോ തെറ്റാണോ, അവർ ചെയ്തത് തെറ്റല്ലേ എന്നൊക്കെ ചോദിക്കാൻ തോന്നുന്നത്. നമ്മൾ ഒരുപാട് ആളുകളെ കണ്ടു വളർന്നു കഴിഞ്ഞാല് നമ്മളെ ആ ഒരു ചിന്താഗതി നമുക്ക് മാറിക്കിട്ടും. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. പലർക്കും ബുദ്ധിമുട്ടാവുന്നുണ്ട്, അതുകൊണ്ടാണ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم. സൂറത്തുൽ മുൽക്ക് മുതലാണ് ഇന്ന് എടുക്കാനുള്ളത് കേട്ടോ, മുർസലാത്ത് വരെ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ എന്തെങ്കിലും ഭാഗത്ത് എത്തുകയാണെങ്കിൽ മാത്രമേ ഞാൻ എന്തെങ്കിലും വിവരണം ഉണ്ടെങ്കിൽ വിവരണം പറയുള്ളൂ, അല്ലെങ്കിൽ ഇത് നോർമലായിട്ട് പോകുന്ന ക്ലാസ് ആയിരിക്കും കേട്ടോ. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ മുൽക്ക് മക്കയിൽ അവതരിച്ചതാണ്. 30 വചനങ്ങളാണുള്ളത്. ഈ സൂറത്തില് ഖബർ ശിക്ഷക്ക് രക്ഷ നൽകുന്ന സൂറത്താണ് തബാറക്ക സൂറത്ത്. തബാറക്ക എന്നായിരിക്കും നിങ്ങളൊക്കെ പലതും കേട്ടിട്ടുണ്ടാവുക, സൂറത്തുൽ മുൽക്കും ഒക്കെ. സൂറത്ത് സജദയും സൂറത്തുൽ മുൽക്കും പാരായണം ചെയ്യാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങാറുണ്ടായിരുന്നില്ല. 30 ആയത്തുകളുള്ള ഒരു സൂറത്ത് ഖുർആനിലുണ്ട്. അത് അതിന്റെ വക്താവിന് പാപങ്ങൾ പൊറുക്കപ്പെടുന്നവരെ ഷഫാഅത്ത് ചെയ്യും. അതത്രേ തബാറക്ക സൂറത്ത്. ഓക്കെ, ഈ തബാറക്ക സൂറത്തിന്റെ വേറൊരു പ്രാധാന്യം അതിന്റെ അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, നിങ്ങൾ ഈ സൂറത്ത് കേൾക്കുമ്പോൾ അവസാനത്തിലെക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടും. ഓക്കെ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹീം. ആധിപത്യം ഏതൊരുവിന്റെ കയ്യിലാണോ അവൻ അനുഗ്രഹപൂർണനായിരിക്കുന്നു, അവൻ ഏത് കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. നിങ്ങളിൽ ആരാണ് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നതെന്നും പരീക്ഷിക്കുവാൻ വേണ്ടി മരണവും ജീവിതവും സൃഷ്ടിച്ചവനാകുന്നു അവൻ. അവൻ പ്രതാപിയും ഏറെ പൊറുക്കുന്നവനുമാകുന്നു. 7 ആകാശങ്ങളെ അടുക്കുകളായി സൃഷ്ടിച്ചവനാകുന്നു അവൻ. പരമകാരുണികന്റെ സൃഷ്ടിപ്പിൽ യാതൊരു ഏറ്റക്കുറവും നീ കാണുകയില്ല. എന്നാൽ നീ സൃഷ്ടി ഒന്നുകൂടി തിരിച്ചു കൊണ്ടുവരൂ, വല്ല വിടവും നീ കാണുന്നുണ്ടോ? പിന്നീട് 2 തവണ നീ കണ്ണുകളെ തിരിച്ചു കൊണ്ടുവരൂ, നിന്റെ അടുത്ത് ആ കണ്ണ് പരാജയപ്പെട്ട നിലയിലും പരവശനമായി കൊണ്ടും മടങ്ങി വരും. ഏറ്റവും അടുത്ത ആകാശത്തെ നാം ചില വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു, അവയെ നാം പിശാചുക്കളെ എറിഞ്ഞോടിക്കുവാനുള്ളതുമാക്കിയിരിക്കുന്നു, അവർക്ക് നാം ജ്വലിക്കുന്ന നരകശിക്ഷ ഒരുക്കി വെച്ചിരിക്കുന്നു. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിനും ഭൂമിക്കുമിടയിൽ ഒരു തടസ്സം വെച്ചിട്ടുണ്ട് എന്നാണ്. ഓക്കെ, മനുഷ്യനും ജിന്നുവർഗങ്ങളുമാണ് ഭൂമിയിലുള്ളത്. ഓക്കെ, അപ്പം മലക്കുകള് ആകാശങ്ങൾക്ക് മുകളിലാണ്. അപ്പം മലക്കുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത അറിവ് അനുസരിച്ച് മലക്കുകള് ഭൂമിയിൽ നിയമം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് വരും. അപ്പം മലക്കുകൾക്ക് കൊടുക്കുന്ന അറിവിൽ നിന്ന് കട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ജിന്നുവർഗങ്ങള് ആകാശത്തിന്റെ മുകളിൽ വന്നിട്ട് തടിച്ചു കൂടുമെന്നാണ്. കാരണം ആകാശം വിട്ടുകടക്കാൻ അവർക്ക് കഴിയില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അറിവ് എത്തുന്നത് എവിടെയാണ്?
മലക്കുകൾക്ക് ആകാശത്തിന്റെ മുകളിലാണ്. അപ്പൊ അത് കേൾക്കാൻ അവര് പിന്നെ ഒളിഞ്ഞു കേൾക്കാൻ വേണ്ടിയിട്ട് അവര് വന്ന് നിൽക്കും എന്നാണ്. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ സാഹിറുകളായ ഭൂമിയിലെ മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കും എന്നാണ്. അതുകൊണ്ടാണ് ചില ആളുകളൊക്കെ ഈ പിന്നെ മറഞ്ഞ കാര്യങ്ങൾ സംസാരിക്കുക, പിന്നെ കാണാത്ത കാര്യങ്ങൾ പറയുക എന്നൊക്കെ കണ്ടിട്ടുണ്ടാവും, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഇത് സംഭവിക്കുന്നത് ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ അറിയിക്കുന്ന കാര്യങ്ങള് ഒളിഞ്ഞു കേൾക്കാൻ വേണ്ടിയിട്ട് ജിന്നു വർഗങ്ങള് ആകാശത്തിന് മുകളിൽ പോയി നിൽക്കുകയും എന്നിട്ട് അതിൽ നിന്ന് കുറച്ചെന്തെങ്കിലും അവർക്ക് കിട്ടുകയും അത് വെച്ചിട്ട് അവര് സാഹിറുകളായ ആളുകൾക്ക് അവര് എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. സാഹിറുകളായ ആളുകള് ദുനിയാവിലുണ്ട്. അവര് ജിന്നുകളെ ആരാധിക്കുന്ന ആളുകളായിട്ട് ഉണ്ട്. ഒക്കെ ജിന്നു വർഗങ്ങൾ ആരാധിക്കുന്ന ആളുകളായിട്ട് സാഹിറുകളായ ആളുകൾ ദുനിയാവിലുണ്ട്. അപ്പൊ അവർക്ക് കിട്ടുന്ന ഈ അറിവാണ് ജ്യോത്സ്യന്മാരും രാശി നോക്കുന്നവരായിട്ടുള്ളവരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ പറയുന്നത്. ഒക്കെ അതിലെ കുറച്ച് ഭാഗം മാത്രം അവർക്ക് കിട്ടിയ അറിവ് വെച്ചിട്ട് അവർ പറയുന്നതാണ്. അപ്പം ഇത് വെച്ചിട്ടാണ് അവര് ജനങ്ങളെ വഴികേടിലാക്കുന്നത്. അപ്പൊ ഇത് നമ്മള് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ സാഹിറിന്റെ അടുത്ത് ആര് പോയോ അവന് ദീനിൽ നിന്ന് പുറത്തു പോയവനാണ്. ഓക്കെ, അത് എന്ത് തന്നെ ആയാലും നമ്മളെ നാടുകളിലൊക്കെ സ്വർണം പോയാലും എന്തെങ്കിലും സാധനങ്ങൾ നഷ്ടപ്പെട്ടാലൊക്കെ പിന്നെ അവിടെ പോയി അവിടെ മഷി നോക്കിയപ്പോ അതാ അവിടെ കാണുന്നു, അതാ ഇന്നാളാണ് അത് എടുത്തു കൊണ്ടേത്, ഇന്നാള് ഇതാ ആ വഴി കൂടി ഇടത്തോട്ട് പോയിട്ടുണ്ട്, ഇവിടുന്ന് ഇതാ വലത്തോട്ട് പോയിക്കണെന്നൊക്കെ പറഞ്ഞിട്ട് അവര് പറഞ്ഞു തരും. എന്നിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ വന്ന് നിന്നിട്ട് നമ്മൾ നോക്കും, ഇടത്ത് ഭാഗത്തേക്ക് നോക്കും, അത് മൂത്തച്ഛന്റെ വീടാണ്, അവരാണല്ലേ, അപ്പം അവരാണ് നമുക്ക് സഹിർ ചെയ്തത്, ഇനി മുതല് ആ വീട്ടിലേക്ക് പോകണ്ട, അവരായിട്ട് നമുക്ക് ശത്രുത, അല്ലെങ്കിൽ അവർക്കെതിരെ ഇനി അടുത്തതൊന്ന് ചെയ്തു കൊടുക്കുക. കാരണം നമ്മളെ വീട്ടിലെ അസുഖങ്ങളൊന്നും മാറുന്നില്ല, അപ്പൊ അതുകൊണ്ട് അടുത്ത വീട്ടിലെ അവർക്കെതിരെ വേറൊരു സഹിർ ഇപ്പുറത്തുനിന്ന് മുട്ടയിൽ ചെയ്തിട്ട് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് കുഴിച്ചിടുക. ഇങ്ങനെയൊക്കെ നമ്മുടെ നാടുകളില് പല ആളുകളും പല കൗമും നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള പല ആളുകളും പലപ്പോഴായിട്ട് ചെയ്തു കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കരഞ്ഞ് ദുആ ചെയ്യുക. അത് ശരിക്കും നമ്മൾ ചെയ്തത് സിഹിറിന്റെ പണിയാണ്, സിഹിർ ചെയ്തവന് നരകത്തിലാണ്. ഓക്കെ, അപ്പം അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണെന്ന് പറഞ്ഞ് അള്ളാഹിനോട് പൊറുക്കലിനെ ചോദിച്ച് നമ്മള് അതിൽ നിന്ന് വിട്ടുമാറുക. കഴിഞ്ഞു പോയത് കഴിഞ്ഞു, പക്ഷെ ഇനി ഒരിക്കലും അതിലേക്ക് മടങ്ങാൻ പാടില്ല. അത് ഏറ്റവും വലിയ മാരണത്തിന്റെ പണിയാണ്. ഒരാളെ ജീവിതത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചതാണ്. അവർ ചെയ്താലും അവർ ചെയ്തിട്ടില്ലെങ്കിലും അവർ അവരുടെ ആക്കിബത്ത് തെറ്റിച്ചു, അവരെ ഖബർ ഒരു നരകമാക്കി. അതിന് നമ്മളെന്തിനാ നമ്മുടെ ഖബറും കൂടി കൊണ്ടുപോയി നരകാക്കണത്? അവര് ചെയ്യാനുള്ളത് ചെയ്തിണെങ്കിൽ അവരും അള്ളാഹുമായിട്ട് മുനാജാത്തില് അത് അവർ തീർത്തോളും. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ, നമുക്ക് വന്ന പ്രയാസത്തെ നീങ്ങുക എന്നുള്ളതല്ലേ. അതിന് അള്ളാഹുവിന്റെ കലാമ് കൊണ്ട് ഖുർആൻ കൊണ്ട് നിങ്ങൾ ഷിഫ തേടുക. ആ ഷിഫയുടെ കാര്യമാണ് ഞാൻ ഈ ക്ലാസ്സിന്റെ തുടക്കത്തിൽ ഞാൻ ഒരു ദിവസം അതിന്റെ ക്ലാസ് തന്നെയായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുക. തിരിച്ചു മടങ്ങലും ജനങ്ങൾക്കിടയിൽ അതിനെ പ്രചരിപ്പിക്കലും ഇതൊക്കെ ഇബ്ലീസിന്റെ പണിയാണ്. നമ്മുടെ കൂടെ ഷർറുള്ളത് കൊണ്ടാണ് ഇബ്ലീസ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. അത് ആരെ തന്നെ ആയാലും, ഇമ്മായിട്ടും വാപ്പായിട്ടും നാട്ടുകാരനായിട്ടും ഭർത്താവായിട്ടും മക്കളായിട്ടും ഒക്കെ സിഹറിന്റെ പണി ചെയ്യാൻ വേണ്ടിയിട്ട് ജിന്നുവർഗങ്ങൾ നമുക്കിടയിലേക്ക് വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരും തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. എല്ലാവരും നല്ലപോലെ അള്ളാഹുലേക്ക് മടങ്ങുക. അള്ളാഹ്ക്കല്ലാതെ ഒന്നിനെയും തടയാൻ കഴിയില്ല. അതിനെ സൃഷ്ടിച്ചതും അള്ളാഹുവാണ്, നമ്മളെ സൃഷ്ടിച്ചതും അള്ളാഹുവാണ്. പ്രശ്നങ്ങൾ വന്നാൽ തിരുത്തി തരുന്നതും അള്ളാഹുവാണ്. പ്രശ്നങ്ങൾ വന്നാൽ അതിലേക്ക് വിട്ടയക്കുന്നതും അള്ളാഹുവാണ്. അതിലേക്ക് വിട്ടയച്ചാൽ നമ്മുടെ കർമ്മങ്ങളിൽ എന്തൊക്കെയോ പാളിച്ചകൾ ഉള്ളതുകൊണ്ടാണ്, നമ്മളെ കർമ്മങ്ങൾ ശരിയാവാത്തതുകൊണ്ടാണ്, രാവിലെയും വൈകുന്നേരമുള്ള അധികാരങ്ങൾ പൂർണ്ണമാകാത്തതുകൊണ്ടാണ്, നമ്മൾ പല സ്ഥലങ്ങളിലും നമ്മൾ ഒഴിവുകൾ ഉണ്ടാക്കിയത് കൊണ്ടാണ്. നമ്മുടെ തിന്മക്ക് ഒരു ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല അയക്കും. ആ ശിക്ഷ അയക്കുമ്പം വീണ്ടും നമ്മൾ ഇബ്ലീസിന്റെ അടുത്തേക്ക് തന്നെ പോയി കഴിഞ്ഞാൽ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടയക്കുകയും ചെയ്യും. നീ പൂർണ്ണമായിട്ടും അതിൽ കിടന്ന് നശിച്ചോ എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമുക്ക് എന്താണ് ഹൈർ വേണ്ടതെന്ന്. ആ ഹൈറിലേക്ക് നമ്മൾ പരമാവധി അടുക്കാൻ പരിശ്രമിക്കുക. തെറ്റുകുറ്റങ്ങള് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പാപമോചനം തേടുക. ഓക്കെ, ഇൻഷാ അല്ലാഹ്.
എല്ലാവർക്കും ഈ അമല് നിങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. കാരണം പല ആളുകളും ഇന്നും നമ്മുടെ കൂട്ടത്തില് സിഹ്ർ ചെയ്യണമെന്ന് അറിയാതെ പല മാരണക്കാരുടെ അടുത്ത് പോയിട്ടും പലതും ചെയ്യാറുണ്ട്. പ്രത്യേകിച്ചും മക്കളുടെ വിവാഹബന്ധത്തിലൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഇതിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ പോയി വീഴുക. വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അത് ദുനിയാവിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീ പുരുഷനെ സൃഷ്ടിച്ച അന്ന് മുതലുള്ളതാണ്. രണ്ട് വ്യത്യസ്ത ജീവികളല്ലേ, അവർക്കിടയിൽ എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാവും. പരമാവധി പരിശ്രമങ്ങൾ കൊണ്ട് നമ്മളത് ഒരുമിച്ച് ചേരാൻ ശ്രമിക്കുക. പറ്റില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച പ്രകാരം അതിലൊരു വീണ്ടെടുക്കൽ നടത്തുക. വീണ്ടൊരു പുതിയൊരു ജീവിതത്തിലേക്ക് പോകേണ്ടി വരും. അതിൽ കുറച്ച് പരിശ്രമങ്ങൾ വേണ്ടി വരും, കുറച്ച് ക്ഷമ വേണ്ടി വരും, കുറച്ച് സഹനം വേണ്ടി വരും. അപ്പം കുറച്ച് പണത്തിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഒക്കെ അതിൽ സംഭവിക്കേണ്ടതാണ്. ഒന്നും ഏറ്റവും എളുപ്പത്തിലൊന്നും നടക്കുന്നില്ല. അപ്പൊ അതിനെ ആ ഒരു സമയത്തിനെയും അത് കണക്കാക്കി നമ്മൾ അതിനെ ഒരു ക്ഷമയോട് കൂടിയിട്ട് അതിനെ അവധാനതയോട് കൂടിയിട്ട് കൊണ്ടുപോകുക എന്നുള്ളതല്ലാതെ സിഹറിന്റെ പണിയിലേക്കൊന്നും ആരും പോകരുത്. ഓക്കെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹ്. തങ്ങളുടെ രക്ഷിതാവിൽ അവിശ്വസിച്ചവർക്കാണ് നരകശിക്ഷയുള്ളത്. തിരിച്ചെത്തുന്ന ആ സ്ഥലം വളരെ ചീത്ത തന്നെ. അവർ അതിൽ നരകത്തിൽ എറിയപ്പെട്ടാൽ അതിനവർ ഒരു ഗർജനം കേൾക്കുന്നതാണ്. അത് തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. കോപം നിമിത്തം അത് പൊട്ടിപ്പിളർന്നു പോകുമാറാകും. അതിൽ നരകത്തിൽ ഓരോ സംഘവും എറിയപ്പെടുമ്പോഴൊക്കെ അതിന്റെ കാവൽക്കാർ അവരോട് ചോദിക്കും, നിങ്ങളുടെ അടുത്ത് മുന്നറിയിപ്പുകാരൻ വന്നിരുന്നില്ലേ? അവർ പറയും, അതെ, ഞങ്ങൾക്ക് മുന്നറിയിപ്പുകാരൻ വന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ നിഷേധിച്ചു തള്ളുകയും അല്ലാഹു യാതൊന്നും ഇറക്കിയിട്ടില്ല, നിങ്ങൾ വലിയ വഴികേടിൽ തന്നെയാകുന്നു എന്ന് ഞങ്ങൾ പറയുകയുമാണ് ചെയ്തത്. ഞങ്ങൾ കേൾക്കുകയോ ചിന്തിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ ജ്വലിക്കുന്ന നരകാഗ്നിയുടെ അവകാശികളുടെ കൂട്ടത്തിലാകുമായിരുന്നില്ല എന്നും അവർ പറയും. അങ്ങനെ അവർ തങ്ങളുടെ കുറ്റം ഏറ്റു പറയും. അപ്പോൾ നരകാഗ്നിയുടെ ആൾക്കാർക്ക് ശാപം. തീർച്ചയായും തങ്ങളുടെ രക്ഷിതാവിനെ അദൃശ്യനിലയിൽ ഭയപ്പെടുന്നവരാരോ അവർക്ക് പാപമോചനവും വലിയ പ്രതിഫലവുമുണ്ട്. നിങ്ങളുടെ വാക്ക് നിങ്ങൾ രഹസ്യമാക്കുക, അല്ലെങ്കിൽ പരസ്യമാക്കിക്കൊള്ളുക. തീർച്ചയായും അവൻ അള്ളാഹു ഹൃദയങ്ങളിലുള്ളത് അറിയുന്നവനാകുന്നു. സൃഷ്ടിച്ചുണ്ടാക്കിയവൻ എല്ലാം അറിയുകയില്ലേ? അവൻ നിഗൂഢ രഹസ്യങ്ങൾ അറിയുന്നവനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു. അവനാകുന്നു നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ നിരപ്പാക്കി തന്നവൻ. അതിനാൽ അതിന്റെ ചുമലുകളിലൂടെ നിങ്ങൾ നടക്കുകയും അവന്റെ ഉപജീവനത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്തു കൊള്ളുക. അവങ്കിലേക്ക് തന്നെയാണ് ഉയർത്തെഴുന്നേൽപ്പ്. ആകാശത്തുള്ളവൻ നിങ്ങളെ ഭൂമിയിൽ ആഴ്ത്തിക്കളയുന്നതിനെ പറ്റി നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? അപ്പോൾ അത് ഭൂമി ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കും. അതല്ല, ആകാശത്തുള്ളവൻ നിങ്ങളുടെ നേരെ ഒരു ചരൽ വർഷം അയക്കുന്നതിനെ പറ്റി നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ? എന്റെ താക്കീത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ വഴിയെ അറിഞ്ഞുകൊള്ളും. തീർച്ചയായും അവർക്ക് മുമ്പുള്ളവരും നിഷേധിച്ച് തള്ളിയിട്ടുണ്ട്. അപ്പോൾ എന്റെ ഈ പ്രതിഷേധം എങ്ങനെയായിരുന്നു? അവർക്ക് മുകളിൽ ചിറക് വിടർത്തിക്കൊണ്ടും ചിറക് കൂട്ടിപ്പിടിച്ചുകൊണ്ടും പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? പരമകാരുണികനല്ലാതെ മറ്റാരും അവയെ താങ്ങി നിർത്തുന്നില്ല. തീർച്ചയായും അവൻ ഏത് കാര്യത്തിനും കണ്ടറിയുന്നവനാണ്. അതായത് നമുക്ക് പക്ഷികളുടെ ചിറക് ഇളക്കിയിട്ടാണ് അവര് പറക്കുന്നത് എന്ന് പറയില്ല ചിലര്. എന്നാല് പരുന്തിനെ നോക്കൂ, പരുന്ത് അതിന്റെ ചിറക് ഇളക്കിയിട്ടാണ് അത് പറക്കുന്നത്? അല്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. ചിറക് ഇളക്കിയിട്ടും ചിറക് ഇളക്കാതെയും പറക്കുന്ന പക്ഷികളുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് ആകാശത്ത് നിൽക്കുന്നത്? അത് ആരുടെ കഴിവാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അവരെ എടുത്ത കഴിവ് കൊണ്ടാണ് അവർക്ക് അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചലിക്കാനുള്ള തൗഫീക്ക് ആകാശത്ത് നൽകിയത്? അതല്ല. പരമകാരുണികന് പുറമെ നിങ്ങളെ സഹായിക്കുവാൻ ഒരു പട്ടാളമായിട്ടുള്ളവൻ ആരുണ്ട്? സത്യനിഷേധികൾ വഞ്ചനയിൽ അകപ്പെട്ടിരിക്കുക തന്നെയാകും. അതല്ലെങ്കിൽ അള്ളാഹു തന്റെ ഉപജീവനം നിർത്തിവെച്ചാൽ നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നവനായി ആരുണ്ട്? എങ്കിലും അവർ ധിക്കാരത്തിലും വെറുപ്പിലും മുഴുകിയിരിക്കുകയാകുന്നു. അപ്പോൾ മുഖം നിലത്ത് കുത്തിക്കൊണ്ട് നടക്കുന്നവനാണോ സന്മാർഗം പ്രാപിക്കുന്നവൻ? അതല്ല, നേരെയുള്ള പാതയിലൂടെ ശരിക്കും നടക്കുന്നവനോ? അതായത് നിലത്ത് കുത്തി നടക്കുന്നവന് നാളെ പരലോകത്ത് ഭൂമിയിൽ തിന്മയിൽ നടന്ന ആളുകള് നാളെ പരലോകത്ത് മുഖം കുത്തിക്കൊണ്ടായിരിക്കും നടക്കുക എന്നുള്ളതാണ്. അപ്പൊ കാലുകൊണ്ട് അപ്പൊ സഹാബികൾ ചോദിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, എങ്ങനെ റസൂലെ പരലോകത്ത് ഇങ്ങനെ മുഖം കുത്തിക്കൊണ്ട് നടക്കുകയെന്ന്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കും, കാല് കുത്തിക്കൊണ്ട് നടക്കാൻ പഠിപ്പിച്ചവനക്ക് എന്താ മുഖം കുത്തിക്കൊണ്ട് നടപ്പിക്കാൻ കഴിയില്ലേ എന്ന് ചോദിക്കും. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൊണ്ട് അതിന് കഴിയും എന്നുള്ളത് അവിടെ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ നമുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് അങ്ങനെ മുഖം കുത്തി നടക്കാൻ കൽപ്പിച്ചാല് നമ്മള് അങ്ങനെയും നടക്കും. ഓക്കെ. അപ്പൊ ഒരു സൃഷ്ടിപ്പും അവന്റെ സൃഷ്ടിപ്പ് വെറുതെ അല്ല സൃഷ്ടിച്ചത്.
ഭൂമിയിൽ നമ്മൾ പലതും കാണൂലേ, തവളയെ കണ്ടിട്ടില്ലേ, അതിന്റെ മുഖം കണ്ടിട്ടില്ലേ, നമുക്കൊരു അറപ്പുണ്ടാക്കുന്ന ഒരു മുഖമാണല്ലേ, പക്ഷെ അതിനെ ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടില്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നമ്മളെ ഇത്രയും നല്ല രീതിയിൽ സൃഷ്ടിച്ച അള്ളാഹു തന്നെയാണ് അവയെയും സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നാളെ പരലോകത്തും അങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പറയുക, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കുകയും നിങ്ങൾക്ക് കേൾവിയും കാഴ്ചയും ഹൃദയങ്ങളും ഏർപ്പെടുത്തി തരികയും ചെയ്തവൻ, കുറച്ചു മാത്രമേ നിങ്ങൾ നന്ദി കാണിക്കുന്നുള്ളൂ. പറയുക, അവനാണ് നിങ്ങളെ ഭൂമിയിൽ സൃഷ്ടിച്ചു വളർത്തിയവൻ, അവങ്കിലേക്കാണ് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. അവർ പറയുന്നു, എപ്പോഴാണ് ഈ വാഗ്ദാനം പുലരുന്നത്? നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ അതൊന്ന് പറഞ്ഞു തരും. പറയുക, അറിവ് അള്ളാഹുവിന്റെ പക്കൽ മാത്രമാകുന്നു. ഞാൻ വ്യക്തമായ താക്കീതുകാരൻ മാത്രമാകുന്നു. അത് താക്കീത് നൽകപ്പെട്ട ദിവസം സമീപസ്ഥമായി അവർ കാണുമ്പോൾ സത്യനിഷേധികളുടെ മുഖങ്ങൾക്ക് മ്ലാനത ബാധിക്കുന്നതാണ്. നിങ്ങൾ എന്തൊന്നിനെപ്പറ്റി വാദിച്ചു കൊണ്ടിരുന്നുവോ അതാവുന്നു ഇത് എന്ന് അവരോട് പറയപ്പെടും. പറയുക, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, എന്നെയും എന്നോടൊപ്പമുള്ളവരെയും അള്ളാഹു നശിപ്പിക്കുകയോ അല്ലെങ്കിൽ ഞങ്ങളോട് അവൻ കരുണ കാണിക്കുകയോ ചെയ്താൽ വേദനയേറിയ ശിക്ഷയിൽ നിന്ന് സത്യനിഷേധികളെ രക്ഷിക്കാൻ ആരുണ്ട്? പറയുക, അവനാകുന്നു പരമകാരുണികൻ, അവരിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അവന്റെ മേൽ ഞങ്ങൾ ബലമേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ വഴിയെ നിങ്ങൾക്കറിയാം, ആരാണ് വ്യക്തമായ വഴികേടില്ലെന്ന്. പറയുക, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, നിങ്ങളുടെ വെള്ളം വറ്റിപ്പോയാൽ ആരാണ് നിങ്ങൾക്ക് ഒഴുകുന്ന ഉറവെള്ളം കൊണ്ടുവന്ന് തരിക? നിങ്ങളുടെ കിണറ്റിലെ വെള്ളം വറ്റിപ്പോയാൽ ആരാണ് അതില് വെള്ളം കൊണ്ടുവരാനുള്ളത്? നമ്മളോട് തന്നെ ചോദിച്ചു നോക്കാം, നമുക്കത് കൊണ്ടുതരാൻ ആരുണ്ട് ആണല്ല. അതുകൊണ്ടാണ് രാത്രി കിടക്കുമ്പോൾ സൂറത്തുൽ മുൽക്ക് ഓതിയിട്ട് കിടക്കണം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതമാർഗങ്ങളൊക്കെ തടയപ്പെട്ടവര്, അവരൊക്കെ ഈ ഒരു സൂറത്ത് കൊണ്ട് നിങ്ങളൊന്നും ജീവിതത്തിൽ നിങ്ങൾ പരീക്ഷിച്ചു നോക്കുക. നിങ്ങൾ രാത്രികളില് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്തിട്ട് നിങ്ങൾ കിടന്നുറങ്ങുക, നിങ്ങൾക്ക് ഉത്തരം കിട്ടും. നിങ്ങളുടെ ജീവിതമാർഗത്തിൽ ഒരു തടസ്സവും ഉള്ള വെക്കൂല. രാത്രിയില് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്ത് അങ്ങനെ കിടന്നുറങ്ങും, നിങ്ങൾക്ക് ഉത്തരം കിട്ടും. നമ്മളെ വെള്ളം തടയപ്പെട്ടാല് കൊണ്ടുവരാന് അള്ളാഹു അല്ലാതെ മറ്റാരും ഇല്ല എന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ച് ഉറങ്ങിക്കഴിഞ്ഞാല് നമുക്ക് പിറ്റേ ദിവസത്തെ വെള്ളം അള്ളാഹ് തന്നെ കൊണ്ടുത്തരും. അതാണ് തവക്കലൊക്കെ. അൽഹംദുലില്ലാ. അടുത്ത സൂറത്തുൽ ഖലം. ഓക്കെ, പേന മക്കയിലാണ് അവതരിച്ചത്. 52 ആയത്താണ് ഉള്ളത്. ഓക്കെ, സൂറത്തുൽ ഖലം, സൂറത്തുൻ നൂറ് വൽ കലം എന്നിങ്ങനെയൊക്കെ ഈ സൂറത്തിനെ പറയാറുണ്ട്. ഓക്കെ, സൂറത്ത് തലാഖ്, സൂറത്തുൽ മുദ്ദസ്സിർ അതിനുശേഷം അവതരിച്ച സൂറത്താണ് ഇത് എന്നുള്ളതാണ്. ഓക്കെ, ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നൂൻ, പേനയും അവർ എഴുതുന്നതും തന്നെയാണ് സത്യം. നിന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹം കൊണ്ട് നീ ഒരു ഭ്രാന്തനല്ല, തീർച്ചയായും നിനക്ക് മുറിഞ്ഞു പോകാത്ത പ്രതിഫലമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടിപ്പ് ആദ്യം തുടങ്ങിയത് പേന കൊണ്ടായിരുന്നു എന്നാണ്. ഓക്കെ, അതുകൊണ്ടാണ് പേനയെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് പറയുന്നത്, പേന തന്നെയാണ് സത്യം എന്ന്. ഓക്കെ, അതായത് അത് സത്യമാണല്ലോ, എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് സത്യമായില്ലേ. അപ്പൊ അതുകൊണ്ടാണ് എഴുതുന്ന ആ പേനയെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ട് പിന്നെ അദ്ദേഹത്തിന്റെ സൽസ്വഭാവത്തെ കുറിച്ച് ശത്രുക്കൾക്ക് പോലും തൃപ്തിയായിരുന്നു എന്നാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, സൽസ്വഭാവങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയാണ് എന്നെ നിയോഗിച്ചിട്ടുള്ളത് എന്നും. ആയിഷ ബീവി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, തിരുമേനിയുടെ സ്വഭാവം ഖുർആൻ ആയിരുന്നു എന്ന്. അതായത് ഖുർആൻ അനുസരിച്ചായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത് എന്ന്. അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം നടത്തുന്ന അവസരത്തിലല്ലാതെ ഒരു ഭൃത്യനെയോ സ്ത്രീയെയോ മറ്റാരെങ്കിലുമോ തിരുമേനി അടിക്കുകയുണ്ടായിട്ടില്ല. 2 കാര്യങ്ങൾക്കിടയിൽ തിരുമേനിയോട് അഭിപ്രായം അന്വേഷിച്ചാൽ രണ്ടിൽ വെച്ച് ഏറ്റവും സൗകര്യപ്രദമായത് ഏതോ അതല്ലാതെ അവിടെ നിന്ന് തിരഞ്ഞെടുക്കുകയില്ല, അത് കുറ്റകരമായാൽ ഒഴികെ. കുറ്റകരമാണെങ്കിലോ മറ്റെല്ലാവരെക്കാളും അധികം അതിൽ നിന്ന് അകന്നു നിൽക്കുന്നവനുമായിരിക്കും തിരുമേനി. അള്ളാഹു ബഹുമാനിച്ച വല്ല കാര്യവും അപമാനിക്കപ്പെടുന്ന പക്ഷം അവിടെ അള്ളാഹുവിന് വേണ്ടി പ്രതികാരം നടത്തുമെന്നല്ലാതെ സ്വന്തം കാര്യത്തിന് വേണ്ടി ആരോടും അവിടെ നിന്ന് പ്രതികാരം ചെയ്യുകയില്ല എന്നാണ്. അതായത്
ജീവിതത്തില് നമ്മളെപ്പോഴും എളുപ്പത്തിന്റെ മാർഗം തിരഞ്ഞെടുക്കാൻ എപ്പോഴും പരിശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിലെ അത് ഇബാദത്തുകളിലായാലും എല്ലാ കാര്യങ്ങളിലും എളുപ്പത്തിന്റെ മാർഗത്തിൽ നമ്മൾ ജീവിതത്തിലെ കാര്യങ്ങൾ എടുക്കാൻ പരിശ്രമിക്കുക. എന്നാൽ തിന്മയുടെ കാര്യമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതില് ഏറ്റവും പ്രയാസകരമായതിലേക്ക് നമ്മൾ പോകാതിരിക്കുക. ഓക്കെ, തിന്മയുടെ കാര്യത്തില് വേഗത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിൽ നിന്ന് ഒഴിവായി മാറുകയും എന്നാൽ നന്മയിൽ ഏറ്റവും എളുപ്പമായതിലേക്ക് നമ്മൾ വേഗത്തിൽ മുൻകടക്കുകയും ചെയ്യുക. ഓക്കെ, എളുപ്പമായതിലേക്ക് വേഗം പോവുക. അതുകൊണ്ടാണ് യാത്രക്കാരന് ഇളവ് കൊടുത്തപ്പം ആ ഇളവ് ഏറ്റവും വേഗത്തിൽ നമ്മൾ സ്വീകരിക്കണം എന്ന് പറയുന്നത്. യാത്രയിലെ ഇളവുകൾ വേഗത്തിൽ സ്വീകരിക്കണം. കാരണം ആ യാത്ര ചിലപ്പോൾ അവസാനിക്കാതിരിക്കാം. അവസാനിച്ചാൽ തന്നെ നമുക്ക് ക്ഷീണം ബാധിക്കാം. പിന്നീട് നമുക്ക് ആ ഇബാദത്ത് ചെയ്യാൻ പറ്റാതെ വരാം. അപ്പൊ അതുകൊണ്ട് തന്നെ യാത്രക്കാരൻ എപ്പോഴും ഇളവുകൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ്. അത് ചെയ്യാതിരുന്നാല് അവന്റെ നമസ്കാരം ഖളാ ആയിട്ട്, നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാവും ഖളാ ആയിട്ട്, പണ്ട് കടന്നുപോയ നമസ്കാരത്തിന്റെ എല്ലതും ഖളാ ആയിട്ട്, എല്ലതും ഒരു നമസ്കാരത്തിന്റെ കൂടെ മറ്റൊരു നമസ്കാരം ഖളാ വീട്ടുക എന്നുള്ള പരിപാടിയൊക്കെ നമ്മളെ നാട്ടിലെ ചില ഉലമാക്കള് പറഞ്ഞു കൊടുക്കുന്നത് കാണാം. അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുക എന്നുള്ളതല്ലാതെ അതൊക്കെ കഴിഞ്ഞു പോയ അത്രയും വലിയ ഈ അമലുകൾ ചിലപ്പോൾ 40-50 വർഷം നമ്മൾ നമസ്കരിച്ചിട്ടുണ്ടാവില്ല. നമ്മള് 50-ാമത്തെ വയസ്സിൽ 60-ാമത്തെ വയസ്സിലാവും നമ്മള് പിന്നെ അള്ളാഹുവിന്റെ നൂറ് കണ്ടെത്തിയതും അതിലേക്ക് വന്നതും. അപ്പം പല ഉലമാക്കളടുത്തും പോയിട്ട് ഇനി പഴയതൊക്കെ എന്ത് ചെയ്യുന്ന വെച്ചാല് ഓരോ നമസ്കാരത്തിന്റെ കൂടെ അടുത്തതൊന്ന് ഖളാ വീട്ടിയാണ് തീർത്താൽ മതിയെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഉലമാക്കൾ പറഞ്ഞു കൊടുക്കുകയാണ്. ആ പാവം സ്ത്രീ അല്ലെങ്കിൽ ആ പുരുഷന് 40-50-60 വയസ്സായിട്ടുണ്ടാവും. ആ പ്രായമായ അയാളെ കൊണ്ട് കൊല്ലാക്കൊലടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അർറഹ്മാനിനാണല്ലേ. ഇപ്പം വേറൊരു മതസ്ഥരിൽ നിന്ന് ദീനിലേക്ക് വന്ന ഒരാള് അയാൾക്ക് പഴയതൊക്കെ അയാൾ കഴിഞ്ഞു പോയത് മുഴുവനും അയാൾക്ക് ഖളാ വീട്ടാൻ പറ്റുമോ? ഇല്ല. ആ ദീനിലേക്ക് വന്നതോട് കൂടി കഴിഞ്ഞു പോയതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പാപമോചനം കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പഠിപ്പിച്ചത്. അവനക്ക് മുഴുവനും കഴിഞ്ഞു പോയത് മുഴുവനും പാപങ്ങളും പുറത്തു കൊടുക്കുന്നതാണ്. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുക, ഏറ്റവും നന്നായിട്ട് അള്ളാഹുലേക്ക് അടുക്കുക, ഇനി ഒരിക്കലും ആ തിന്മയിലേക്ക് പോകൂല എന്ന് അള്ളാഹുവിനോട് വാക്ക് കൊടുക്കുക, നമ്മൾ കരഞ്ഞ് ദുആ ചെയ്യുക. തൗബയോട് കൂടിയിട്ട് നമ്മളെ മനസ്സിനെ എപ്പോഴും ആ ഒരു സ്റ്റേറ്റിൽ നമ്മൾ നിലനിർത്തുക. നമ്മൾ എന്ത് ചെയ്യുക, നമ്മള് നമ്മുടെ ജീവിതത്തെ നന്നാക്കിയെടുത്ത് നമ്മൾ ആ നമസ്കാരത്തിൽ ഖുശൂ ഉണ്ടാക്കി നമ്മൾ അള്ളാഹുലേക്ക് ഇറങ്ങി ചെല്ലുക. ഓക്കെ, അപ്പോഴേ അത് പൂർത്തിയാവുള്ളൂ. അല്ലെങ്കിൽ ചെയ്യുന്ന അമലിന്റെ കൂടെ തന്നെ പഴയതൊക്കെ എടുത്ത് വീട്ടാൻ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവന്റെ ശരീരം പിന്നീട് എന്താവും, തളരും. അവനക്ക് ചെയ്യാനുള്ള താക്കത്തില്ലാതായി പോകും. അപ്പം എന്താണ് ഫിത്നയുടെ മുകളിൽ വലിയ ഫിത്നകൾ ഉണ്ടാക്കിയെടുത്തിട്ട് പിന്നെ ശരീരം തളർന്നതും അവശതയിലുമായിട്ട് മനുഷ്യന് മാറുന്ന ഒരവസ്ഥയിലേക്ക് ഇബ്ലീസ് അവനെ കൊണ്ടെത്തിക്കുകയും ചെയ്യും. അപ്പൊ ഈ എളുപ്പത്തിന്റെ മാർഗം നമ്മൾ എപ്പോഴും നമ്മുടെ ദീനിലെ മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കണം. നമ്മൾ ജീവിതത്തിലെ എളുപ്പത്തിന്റെ മാർഗം ദീനിലെടുക്കാനും പരിശ്രമിക്കണം. നമ്മളെ വീട്ടിലേക്ക് കയറി വരാന് നേരെ വഴി കൂടി വഴിയുണ്ട്, അതായത് മുന്നിൽ വാതിൽ കൂടി ഒരു വഴിയുണ്ട്. അതിലൂടെ വരാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, ഒരിക്കലും നിങ്ങൾ പിൻവാതിലുകളിലൂടെ പോകുന്നതിലല്ല നിങ്ങൾക്ക് പുണ്യം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ബാധകമാണ്. നമുക്ക് എപ്പോഴും മുൻവാതിലുണ്ടായിരിക്കുക, അള്ളാഹുവിന്റെ പാപമോചനത്തിന്റെ ആ കൈകൾ ഉണ്ടായിരിക്കുക, പാപമോചനത്തിന് വേണ്ടിയിട്ട് അവന് തുറന്നിട്ട് തരിക. റമദാൻ മാസം അതിനു വേണ്ടിയിട്ടായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒഴിഞ്ഞിരിക്കുന്നു. ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടും പിന്നീടും അതുപോലെ എനിക്ക് ഇങ്ങനെ തന്നെ പോകണം എന്ന് നമ്മൾ ശഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം നമ്മളെ അതിന് ഉത്തരം പറയിപ്പിക്കും. അപ്പൊ ഇതൊക്കെ നമ്മൾ എപ്പോഴും എളുപ്പത്തിന്റെ മാർഗം സ്വീകരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതാണ്. അത് നമ്മൾ എടുക്കാനും പരിശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവം ഏറ്റവും ഉത്കൃഷ്ടമായ സ്വഭാവമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ആരാണ് കുഴപ്പത്തിൽ അകപ്പെട്ടവനെന്ന് തീർച്ചയായും നിന്റെ രക്ഷിതാവ് അവന്റെ മാർഗം വിട്ട് വിഴച്ചു പോയവരെ പറ്റി നല്ലവണ്ണം അറിയുന്നവനാകുന്നു. സന്മാർഗം പ്രാപിച്ചവരെ പറ്റിയും അവൻ നല്ലവണ്ണം അറിയുന്നവനാകുന്നു. അതിനാൽ സത്യനിഷേധികളെ നീ അനുസരിക്കരുത്. നീ വഴങ്ങിക്കൊടുത്തിരുന്നെങ്കിൽ അവർക്കും വഴങ്ങിത്തരാമായിരുന്നു എന്നവർ ആഗ്രഹിക്കുന്നു. അധികമായി സത്യം ചെയ്യുന്നവനും നീചമായിട്ടുള്ള യാതൊരാളെയും നീ അനുസരിച്ചു പോകരുത്. സത്യം ചെയ്യുക, എപ്പോഴും നമ്മള് തൊട്ടതിനും പിടിച്ചതിനൊക്കെ സത്യം ചെയ്യുക. അള്ളാഹുവാണ് സത്യം, എന്റെ വാപ്പയാണ് സത്യം, എന്റെ ഉമ്മയാണ് സത്യം,
സത്യമാണ്, ഞാൻ ഇങ്ങനെ തന്നെ, സത്യമാണ്, ഞാൻ സത്യമാണ് പറഞ്ഞത്, ഇങ്ങനെ പറയുന്ന ചില ആളുകളുണ്ട്. അവരുടെ സത്യത്തെ ശരിക്കും വിശ്വസിക്കാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ അവരിൽ കളവുള്ളത് കൊണ്ടാണ്, അവരതിനെ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ കൂടുതൽ 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 സത്യം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സത്യം പറയുക എന്ന് പറയുന്നത്, അത് അള്ളാഹുവിൽ സത്യം പറയാം, അതും അത്രയും ഗതികെട്ട് നിൽക്കുന്ന സമയത്ത്, അതായത് ഒരാളും വിശ്വസിക്കാത്തൊരവസ്ഥയിലൊക്കെ വരികയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യാം, അള്ളാഹുല് സത്യം ചെയ്തിട്ട് പറയതായി ഇന്നതാണ് ഞാൻ സത്യം പറയുന്നു. അതായത് നമ്മൾ കോടതിയിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ സത്യം പറയണം. അപ്പൊ അവിടെ വെച്ചിട്ട് നമ്മളെ കൊണ്ട് ഖുർആനെ പിടിച്ച് സത്യം ചെയ്യിപ്പിക്കും. അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അവിടെ സത്യം പറയേണ്ടി വരും, സത്യം ചെയ്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള നിയമപാലകരുടെ മുമ്പിലൊക്കെ ആവുമ്പോഴേ അതിന്റെ ആവശ്യം വരുന്നുള്ളൂ. അല്ലെങ്കിൽ അള്ളാഹുവും നമ്മളും മാത്രം നമ്മളെ കാര്യങ്ങളിൽ സത്യം അറിഞ്ഞാൽ മതിയാവും. ഓക്കെ, ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മൾ കൂടുതലായിട്ട് പറയും തോറും ജനങ്ങൾ നമ്മളെ വെറുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുലാശിത കുത്തുവാക്ക് പറയുന്നവനും ഏഷണിയുമായി നടക്കുന്നവനുമായ, നന്മക്ക് തടസ്സം നിൽക്കുന്നവനും അതിക്രമകാരിയും മഹാപാപിയുമായ, ക്രൂരനും അതിനു പുറമെ ദുഷ്കീർത്തി നേടിയവനുമായ അവൻ സ്വത്തും സന്താനങ്ങളും ഉള്ളവനായി എന്നതിനാൽ അവൻ അത്തരം നിലപാട് സ്വീകരിച്ചു. അതായത് ഇത്രയും സ്വഭാവദൂഷ്യങ്ങളുള്ള അവരൊന്നും എന്താക്കാൻ പാടില്ല, അവരൊന്നും അനുസരിച്ചു പോകരുത് എന്നുള്ളതാണ്. ഓക്കെ, തങ്ങളുടെ ദൃഷ്ടാന്തങ്ങൾ അവന് വായിച്ചു കേൾപ്പിക്കപ്പെട്ടാൽ അവൻ പറയും, പൂർവികന്മാരുടെ പുരാണ കഥകൾ എന്ന്. വഴിയെ അവന്റെ തുമ്പിക്കൈമേൽ നാം അവന് അടയാളം വെക്കുന്നതാണ്. ആ തോട്ടക്കാരെ നാം പരീക്ഷിച്ചതുപോലെ തീർച്ചയായും അവരെയും നാം പരീക്ഷിക്കുകയാണ്. പ്രഭാതവേളയിൽ ആ തോട്ടത്തിലൂടെ പഴങ്ങൾ അവർ പറിച്ചെടുക്കുമെന്ന് അവർ സത്യം ചെയ്ത സന്ദർഭം അവർ യാതൊന്നും ഒഴിവാക്കി പറഞ്ഞിരുന്നില്ല. എന്നിട്ട് അവർ ഉറങ്ങിക്കൊണ്ടിരിക്കെ നിന്റെ രക്ഷിതാവിൽ നിന്നുള്ള ഒരു ശിക്ഷ ആ തോട്ടത്തെ ബാധിച്ചു. ഈ തോട്ടം നമ്മൾ മുമ്പും ഒരു തോട്ടത്തില് നമ്മൾ പഴം പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ഈ കഥ നമ്മൾ മുമ്പ് കേട്ടതായിരിക്കും. അതായത് ഒരു നല്ലൊരാളുടെ ഇതായിരുന്നു തോട്ടം എന്ന്. ഓക്കെ, അപ്പം ആ തോട്ടത്തിലെ പഴങ്ങൾ പറിച്ചെടുക്കുമ്പോൾ അതിൽ നിന്നൊരു ഭാഗം സാധുക്കൾക്ക് ദാനം കൊടുക്കാറുണ്ടായിരുന്നു. അപ്പം അവിടെ പാവങ്ങളും അതുപോലെ തന്നെ ദരിദ്രന്മാരൊക്കെ ഓടി വരുന്നു പഴം പറിക്കുന്ന സമയത്ത്. പക്ഷെ അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മക്കൾ എന്ത് ചെയ്തു, പിതാവിന് കൊടുക്കുന്ന മാതിരി ഇങ്ങനെ കൊടുത്താൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്ത് രാത്രിയിൽ തന്നെ പഴം പറിക്കാം, പകലിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താവും, അതൊക്കെ എടുക്കാന് ആൾക്കാർ വരും. അപ്പൊ അതുകൊണ്ട് ആരും അറിയാതെ നമുക്ക് പറിക്കാമെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ തീരുമാനിച്ചു എന്നാണ്. അങ്ങനെ അവര് ഉറങ്ങിയ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ നീതി നടപ്പാക്കി ആ തോട്ടം എന്താക്കി, അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു കഴിഞ്ഞു എന്നാണ്. അപ്പം അതാണ് ഇവിടെ സാധുജനങ്ങൾക്ക് അല്പമെങ്കിലും നമ്മൾ കൊടുക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളെ സ്വത്ത് ഭാഗം വെക്കുന്ന സമയത്തൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് നമ്മളോട്, അവിടെ ഹാജരുള്ളവർക്ക് എന്തെങ്കിലും ദാനം ചെയ്ത് അവരെ സന്തോഷിപ്പിക്കണം, അല്ലെങ്കിൽ അവരോട് നല്ല വാക്കുകൾ പറയുകയെങ്കിലും വേണം എന്നുള്ളതൊക്കെ. ഇതൊക്കെ ഇതിന്റെ ഭാഗം തന്നെയാണ്. ഒരിക്കലും പാവങ്ങളെ ആട്ടിയകറ്റാൻ പാടില്ല എന്നുള്ളത് കൂടി ഇതിൽ നിന്ന് നമ്മൾ പഠിക്കണം. അങ്ങനെ അത് മുറിച്ചെടുക്കപ്പെട്ടതുപോലെ ആയിത്തീർന്നു. അങ്ങനെ പ്രഭാതത്തിൽ അവർ പരസ്പരം വിളിച്ചു പറഞ്ഞു, നിങ്ങൾ പറിച്ചെടുക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങളുടെ കൃഷിസ്ഥലത്ത് നിങ്ങൾ കാലത്ത് തന്നെ പുറപ്പെടുക. അങ്ങനെ അവർ അന്യോന്യം മന്ത്രിച്ചു പോയി, ഇന്ന് ആ തോട്ടത്തിൽ നിങ്ങളുടെ അടുത്ത് ഒരു സാധുവും കടന്നു വരാൻ ഇടയാവരുത് എന്ന്. അവർ സാധുക്കളെ തടസ്സപ്പെടുത്താൻ കഴിവുള്ളവനായിക്കൊണ്ട് കാലത്ത് പുറപ്പെടുകയും ചെയ്തു. തോട്ടം കണ്ടപ്പോൾ അവർ പറഞ്ഞു, തീർച്ചയായും നാം പിഴവ് പറ്റിയവരാകുന്നു, അതെല്ലാം നാം നഷ്ടം പറ്റിയവരാകുന്നു. അവരുടെ കൂട്ടത്തിൽ മധ്യനിലപാടുകാരനായ ഒരാൾ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല എന്താണ് നിങ്ങൾ അള്ളാഹു പ്രകീർത്തിക്കാതിരുന്നത് എന്ന്. അവർ പറഞ്ഞു, നമ്മുടെ രക്ഷിതാവ് എത്രയോ പരിശുദ്ധൻ, തീർച്ചയായും നാം അക്രമികളായിരിക്കുന്നു. അങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ട് അവരിൽ ചിലരുടെ നേർക്ക് തിരിഞ്ഞു. അവർ പറഞ്ഞു, നമ്മുടെ നാശമേ, തീർച്ചയായും നാം അതിക്രമകാരികളായിരിക്കുന്നു. നമ്മുടെ രക്ഷിതാവ് അതിനേക്കാൾ ഉത്തമമായത് നമുക്ക് പകരം തന്നേക്കാം. തീർച്ചയായും നാം അവരുടെ രക്ഷിതാവിലേക്ക് ആഗ്രഹിച്ചു ചെല്ലുന്നവരാകുന്നു. അപ്രകാരമാകുന്ന ശിക്ഷ പരലോക ശിക്ഷയാകട്ടെ കൂടുതൽ ഗൗരവമുള്ളതായിരുന്നു. അവർ അറിഞ്ഞിരുന്നെങ്കിൽ. തീർച്ചയായും സൂക്ഷ്മത പാലിക്കുന്നവർക്ക് അവരുടെ രക്ഷിതാവെങ്കിൽ അനുഗ്രഹത്തിന്റെ സ്വർഗത്തോപ്പുകളുണ്ട്. അപ്പോൾ മുസ്ലിങ്ങളെ നാം കുറ്റവാളികളെ പോലെ ആക്കുമോ? നിങ്ങൾക്ക് എന്തു പറ്റി? നിങ്ങൾ എങ്ങനെയാണ് വിധി കൽപ്പിക്കുന്നത്? അതല്ല, നിങ്ങൾക്ക് വല്ല ഗ്രന്ഥവും കിട്ടിയിട്ട് നിങ്ങൾ അതിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണോ? നിങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ ആ ഗ്രന്ഥത്തിൽ വന്നിട്ടുണ്ടോ? അതല്ല, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളെ വരെ എത്തുന്ന നിങ്ങൾ വിധിക്കുന്നതെല്ലാം നിങ്ങൾക്കായിരിക്കുമെന്നുള്ള
വല്ല കരാറുകളും നിങ്ങളോട് നാം ബാധ്യതയേറ്റതായിട്ടുണ്ടോ? അവരിൽ ആരാണ് ആ കാര്യത്തിന് ഉത്തരവാദിത്വം ഏൽക്കാനുള്ളത് എന്ന് അവരോട് ചോദിച്ചു നോക്കുക. അതല്ല അവർക്ക് വല്ല പങ്കുകാരുമുണ്ടോ എങ്കിൽ അവരുടെ ആ പങ്കുകാരെ അവർ കൊണ്ടുവരട്ടെ, അവർ സത്യവാന്മാരാണെങ്കിൽ. കണങ്കാൽ വെളിവാക്കപ്പെടുന്ന ഭയങ്കരമായ ഒരു ദിവസത്തെ നിങ്ങൾ ഓർക്കുക. സുജൂത് ചെയ്യാൻ അന്ന് അവർ ക്ഷണിക്കപ്പെടും, അപ്പോൾ അവർക്കതിന് സാധിക്കുകയില്ല. അവരുടെ കണ്ണുകൾ കീഴ്പോട്ട് താഴ്ന്നിരിക്കും, നിന്ദ്യത അവരെ ആവരണം ചെയ്യും. അവർ സുരക്ഷിതരായിരിക്കുന്ന സമയത്ത് സുജൂദിനായി അവർ ക്ഷണിക്കപ്പെട്ടിരുന്നു. ആകയാൽ എന്നെയും ഈ വർത്തമാനം നിഷേധിച്ചു കളയുന്നവരെയും കൂടി വിട്ടേക്കുക. അവർ അറിയാത്ത വിധത്തിലൂടെ നാം അവരെ പടിപടിയായി പിടികൂടിക്കൊള്ളാം. ഞാൻ അവർക്ക് നീട്ടിയിട്ട് കൊടുക്കുകയും ചെയ്യാം. തീർച്ചയായും എന്റെ തന്ത്രം ശക്തമാകുന്നു. അതല്ല, നീ അവരോട് വല്ല പ്രതിഫലം ചോദിച്ചിട്ട് അവർ കടബാധ്യതയാൽ ഞെരുങ്ങിയിരിക്കുകയാണോ? അതല്ല, അവരുടെ അടുക്കൽ അദൃശ്യജ്ഞാനമുണ്ടായിട്ട് അവർ എഴുതി കൊടുത്തുകൊണ്ടിരിക്കുകയാണോ? അതുകൊണ്ട് നിന്റെ രക്ഷിതാവിന്റെ വിധി കാത്ത് നീ ക്ഷമിച്ചുകൊള്ളുക. നീ മത്സ്യത്തിന്റെ ആളെപ്പോലെ യൂനസ് നബിയെ പോലെ ആകരുത്. അദ്ദേഹം ദുഃഖ നിമഗ്നനായി കൊണ്ട് വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ച സന്ദർഭം. അദ്ദേഹത്തിന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള അനുഗ്രഹം അദ്ദേഹത്തെ വീണ്ടെടുത്തിട്ടില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ആ പാഴ്ഭൂമിയിൽ ആക്ഷേപാർഹനായിക്കൊണ്ട് പുറന്തള്ളപ്പെടുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ രക്ഷിതാവ് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയും എന്നിട്ട് അദ്ദേഹത്തെ സജ്ജനങ്ങളുടെ കൂട്ടത്തിലാക്കുകയും ചെയ്തു. സത്യനിഷേധികൾ ഈ ഉത്ബോധനം കേൾക്കുമ്പോൾ അവരുടെ കണ്ണുകൾ കൊണ്ട് നോക്കിയിട്ട് നീ ഇടറി വീഴുമാറാകുക തന്നെ ചെയ്യും. തീർച്ചയായും ഇവൻ ഒരു ഭ്രാന്തൻ തന്നെയാണ് എന്ന് അവർ പറയും. ഇത് ലോകർക്കുള്ള ഒരു ഉത്ബോധനമല്ലാതെ മറ്റൊന്നുമില്ല. ഇത് യൂനസ് അലൈഹി ഇസ്ലാമിനെ പറ്റിയിട്ട് അറിയാലോ. അദ്ദേഹത്തിന് ഈ സമൂഹത്തിന്റെ പ്രയാസം സഹിക്കാൻ കഴിയാഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വഹി വരുന്നതിന് മുമ്പ് അദ്ദേഹം അവിടുന്ന് ഓടിപ്പോവുകയാണ് ചെയ്തത്. അങ്ങനെയാണ് കപ്പലിലെത്തുകയും അങ്ങനെ കപ്പലിൽ നിന്ന് ആളുകള് കടലിലേക്ക് വലിച്ചെറിയുകയും അങ്ങനെ മത്സ്യത്തിന്റെ വായിൽ എത്തുകയാണ് ചെയ്യുന്നത്. ഒക്കെ അതായത് കപ്പലിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ച് അതിന്റെ കാറ്റ് ഗതിയൊക്കെ മാറി കപ്പൽ നശിക്കും എന്നുള്ള അവസ്ഥയിലെത്തിയപ്പം ഇതിൽ നിന്നൊരാളെ പുറത്തേക്ക് തള്ളാമെന്ന് പറഞ്ഞിട്ട് അവര് നറുക്കെടുക്കുമ്പോ യൂനുസ് അലൈഹി ഇസ്ലാമിന്റെ പേരാണ് ആ നറുക്കിൽ വരിക. അങ്ങനെ യൂനുസ് അലൈഹി ഇസ്ലാമിനെയാണ് അവർ പുറന്തള്ളുക. ഒക്കെ അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയില്ലാതെ ഒരു നബിക്കും ഒന്നും ചെയ്യാൻ പാടുള്ളതല്ല എന്നുള്ളത് കൂടി ഇവിടെ പഠിപ്പിക്കുകയാണ്. പിന്നീട് അദ്ദേഹത്തെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് അദ്ദേഹം 7 ദിവസം എന്നോ 3 ദിവസം എന്നൊക്കെ പറയുന്നുണ്ട്. അള്ളാഹു അലം. അദ്ദേഹം അവിടെ ഇരുന്ന് ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്നുള്ള ദുആ തുടർച്ചയായി ചെയ്യുകയും അങ്ങനെ അദ്ദേഹം ആ മത്സ്യം അതിനെ പുറന്തള്ളുകയും ചെയ്തു എന്നാണ്. പുറന്തള്ളിയപ്പം അദ്ദേഹം ഒരു സ്ഥലത്ത് അദ്ദേഹത്തെ പുറന്തള്ളിയപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിന് നീക്കാൻ കഴിയാത്ത രീതിയിൽ അത് കുഴഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശരീരത്തിൽ നിന്ന് മരം വളർന്നു വലുതായിരുന്നു. അത്രയും തളർന്ന് അദ്ദേഹം കിടക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ മരം വളർന്നു വലുതാവുകയും പിന്നീട് അവിടുന്ന് അദ്ദേഹത്തിന്റെ ആളുകൾ കണ്ടെത്തുകയും അങ്ങനെ അദ്ദേഹത്തിന് വീണ്ടും ജീവിതം തിരിച്ചു കൊടുക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തത്. അപ്പൊ ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രവാചകന്മാരൊരിക്കലും വഹി കൊണ്ടുവരുന്നത് അവരുടെ തൃപ്തിയും പൊരുത്തവും നോക്കിയിട്ടൊന്നല്ല. അള്ളാഹു കൽപ്പിച്ചത് അത് പറയുക എന്നുള്ളത് അവരുടെ മുകളിലെ നിർബന്ധ ബാധ്യതയായിട്ട് മാറിയത് കൊണ്ടാണ്. നിർബന്ധ ബാധ്യതയാണത്. അപ്പൊ അതുകൊണ്ടാണ് പ്രവാചകന്മാർ എത്രയും സഹിച്ച് പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും നമുക്ക് ഇൽമെത്തിച്ചു തന്നതും നമ്മൾക്ക് അറിവെത്തിച്ചു തന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുകളിലുള്ള സലാത്തിന്റെ ഒക്കെ ആഴവും നമ്മൾ ആ സ്നേഹവും നമ്മൾ അത്രയും അറിഞ്ഞുകൊണ്ടായിരിക്കണം അത് പറയേണ്ടത്. കാരണം അത്രയും സഹിച്ചിട്ടാണ് നമ്മളെ റസൂലൊക്കെ നമുക്ക് ഇൽമെത്തിച്ചു തന്നത്, ദീനെത്തിച്ചു തന്നത്. അദ്ദേഹത്തിന്റെ ജീവനും എല്ലാതും ഒഴിഞ്ഞു വെച്ചിട്ടാണ് നമുക്ക് ദീനെത്തിച്ചു തന്നത്. ഖദീജ ബീവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ ഒരിക്കല് ഉപരോധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 വർഷത്തോളം ഭക്ഷണവും ഇല്ലാതെ അവരെ സഹാബികളെയും ഒരു മലന്റെ മുകളില് ആയിട്ട് അവരെ ഉപരോധിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഖദീജ ബീവി അതിൽ നിന്നുള്ള തളർച്ചയിൽ നിന്നാണ് ഖദീജ ബീവി മരണം എത്തുന്നത് എന്നാണ് പറഞ്ഞത്. അത്രയും രാജാത്തിയായിട്ട് ജീവിച്ച ഖദീജ ബീവിയാണ് പിന്നീട് ശരീരത്തില് മരണപ്പെട്ടിട്ട് അവരെ മൂടിപ്പൊതിയാനും വേണ്ടിയിട്ടുള്ള തുണി പോലും ഉണ്ടായിരുന്നില്ല എന്ന്. തലയിൽ മൂടിക്കഴിഞ്ഞാൽ കാല് കാണും, കാലിൽ മൂടിക്കഴിഞ്ഞാൽ തല കാണും എന്നുള്ള രീതിയിലായിരുന്നു അവരെ. അത്രയും ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് പിന്നീട് തിരിച്ച് അള്ളാഹുലേക്ക് മടങ്ങിയത്.
അപ്പം ഇതൊക്കെ കണ്ടതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖദീജ ബീവി മരണപ്പെട്ടതിന് ശേഷം ഒരു വർഷത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ ജീവിതത്തെ ദുഃഖവർഷം എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നതെന്നാണ്. അത്രയും കരയുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രികളില് എന്റെ ഖദീജ എന്ന് വിളിച്ചിട്ട് കരയുന്നത് സഹാബികൾക്ക് കേൾക്കാമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത റസൂലുള്ളാഹിക്ക് കൊടുത്ത കനിയാണ് ആര്? ആയിഷ ബീവി. അപ്പം അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റസൂലിന് എന്തിനാ ഇത്ര ചെറുപ്പക്കാരത്തിയായ സ്ത്രീയെ വിവാഹം കഴിച്ചത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ വിവാഹത്തിന് മുമ്പായിട്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്തിരുന്നു. അതായത് പട്ടുവസ്ത്രത്തിൽ പൊതിഞ്ഞ നിലയിൽ ആയിഷ ബീവിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വപ്നത്തിൽ കണ്ടിരുന്നു എന്ന്. അങ്ങനെയാണ് ആ ഒരു വിവാഹകാര്യം വന്നതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കും. കാരണം അള്ളാഹുവിൽ നിന്നുള്ള വഹിയായിരുന്നു അത്. അപ്പൊ അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിവാഹം സ്വീകരിക്കുന്നത്. അപ്പൊ അതിന്റെയൊക്കെ കാരണങ്ങൾ പോയിട്ട് അതിന്റെ പ്രായവും വയസ്സും ഒക്കെ നടത്തുന്ന ഇന്നത്തെ കാലഘട്ടത്തിലെ ആളുകള് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വന്ന വഹീനെ കുറിച്ച് അറിയാത്തത് കൊണ്ട് മാത്രമാണ് അതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഓക്കെ, അതൊന്നും നമ്മള് ചിക്കിച്ചെകിയാനും അതിന്റെ സമയവും വയസ്സും കാലവും ഒക്കെ പറഞ്ഞ് ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ ആളുകൾ അതിന്റെ ചർച്ചകൾ നടത്തുന്നതൊക്കെ അതൊക്കെ നമ്മൾ പരമാവധി അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുക. അതിനൊക്കെ നമുക്ക് സമയമില്ല അതിനൊന്നും. അതൊന്നും നമ്മൾ അറിയേണ്ട കാര്യങ്ങളും അല്ല. അതുകൊണ്ട് തന്നെ അതൊക്കെ അനാവശ്യങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ഇൻഷാ അല്ലാഹ് അടുത്ത സൂറത്താണ് സൂറത്തുൽ ഖലത്തില് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ ഖലം കഴിഞ്ഞു. ഇനി അടുത്തതുള്ളത് അൽ ഹാഖ. ഓക്കെ, സൂറത്തുൽ ഹാഖ മക്കയിലാണ് അവതരിച്ചത്. സൂറത്തുൽ ഹാഖ ഇത് സൽസല എന്നും സൂറത്തുൽ വായിയ എന്നും ഒക്കെ പേരുണ്ട്. സൂറത്തുൽ സൽസല എന്നായിരിക്കും കൂടുതൽ ആളുകളും കേട്ടിട്ടുണ്ടാവുക. സൂറത്തുൽ ഹാഖ എന്നാണ് ഇതിന്റെ ശരിക്കുള്ള പേരൊക്കെ. ഇത് സൂറത്തുൽ മുൽക്കിന്റെയും സൂറത്തുൽ മആരിജിന്റെ ഇടയിലാണ് ഈ സൂറത്ത് അവതരിച്ചത് എന്നാണ്. ഓക്കെ, സൂറത്ത് ഈ ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ ഇസ്ലാമിലേക്ക് വന്നത് പിന്നെ നുബൂവത്തിന്റെ 5-ാം വർഷമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നെ അള്ളാഹുവിൽ നിന്നുള്ള നുബൂവത്ത് കിട്ടി 5-ാമത്തെ വർഷത്തിലാണ് ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ ദീനിലേക്ക് വന്നത്. ഓക്കെ, ഒരിക്കലും മസ്ജിദുൽ ഹറാമിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നത് എതിർക്കാൻ വേണ്ടിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു അവിടെ നേരത്തെ എത്തിയെന്നാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ ഹാഖ പാരായണം ചെയ്യാൻ ആരംഭിച്ചു. അങ്ങനെ പാരായണം കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ അതായത് ഞെട്ടി നിന്നുപോയി എന്നാണ്. ഒക്കെ, അത് പിന്നെ അതായത് ഉമർ റളിയല്ലാഹു അൻഹു നല്ല കവിത ഒക്കെ പറയുന്ന ഏറ്റവും കുറച്ചൊക്കെ അറിവുള്ള ഒരാളായിരുന്നു എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ സൂറത്ത് കേട്ടപ്പം ഇതൊരിക്കലും ഒരു പിന്നെ കവിത അല്ല എന്ന് മനസ്സിലാക്കുകയാണ് അദ്ദേഹം. അങ്ങനെയാണ് റസൂൽ ഉമർ റളിയല്ലാഹു അൻഹു ആദ്യം വിചാരിച്ചിരുന്നത് ഇതൊരു കവിതയായിട്ടും അത് മാരണം ചെയ്യുന്നതിനായിട്ടും ഒക്കെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഇത് കേട്ടതോട് കൂടിയിട്ട് ഇത് പിന്നെ കവിതയല്ല എന്നുള്ള രീതിയിൽ അള്ളാഹുവിന്റെ ആയത്തിൽ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കവിതയല്ല എന്നുള്ള ഒരു വാക്ക് വരും. അതായത് കവിതയാണെന്നുള്ള ഒരു തോന്നൽ വരും. അപ്പൊ അടുത്ത ആയത്ത് വരും കവിതയല്ല എന്ന് പറഞ്ഞിട്ടുള്ളതൊക്കെ. അങ്ങനെ പിന്നെ ജോത്സ്യന്റെ മന്ത്രാണെന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന് ഇങ്ങനെ തോന്നും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ആയത്ത് അതിന്റെ അടുത്ത് പാരായണം ചെയ്യിപ്പിക്കും, ജോത്സ്യന്റെ വാക്കല്ല എന്നുള്ളത്. അങ്ങനെ ഇത് ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചിന്തിക്കുന്നു അതിന്റെ നേരെ അതിനുള്ള ഉത്തരമായിട്ട് ആയത്തുകൾ ഇറങ്ങുകയാണ്. അപ്പൊ അങ്ങനെ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു പിന്നീട് പറഞ്ഞു, ഈ സൂറത്ത് കേട്ടതിന് ശേഷം ഇസ്ലാമിന്റെ ഹൃദയത്തിൽ എല്ലാ നിലക്കും ഇടം തേടി എന്നാണ്. ഒക്കെ, അങ്ങനെയാണ് അദ്ദേഹം പിന്നെ
ഇതിന്റെ അവസാനത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് കേൾക്കുമ്പോൾ. അതായത് പ്രവാചകൻ വല്ല വാക്കും അദ്ദേഹത്തിന്റെ സ്വന്തം കാര്യമായിട്ട് കെട്ടിച്ചമച്ച് പറഞ്ഞിരുന്നുവെങ്കിൽ അള്ളാഹു ആ ആ റസൂലിനെ വലത് കൈ കൊണ്ട് പിടികൂടുകയും അള്ളാഹു വലത് കൈ കൊണ്ട് പിടികൂടുകയും എന്നിട്ട് ജീവനാടി, അതായത് കഴുത്ത് കണ്ടനാടി അള്ളാഹു സുബ്ഹാനഹു വ തആല മുറിച്ചു കളയുകയും ചെയ്യും എന്ന് പറഞ്ഞ ആയത്തും ഓതും. അപ്പൊ ഉമർ റളിയല്ലാഹുവിന് എന്താണ് ചിന്ത വരുന്നത്, ആ ചിന്തക്കുള്ള ഉത്തരമായിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിങ്ങനെ ആയത്തായിട്ട് പറഞ്ഞത്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനുശേഷമാണ് ഉമർ റളിയല്ലാഹു ദീനിലേക്ക് വന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ യഥാർത്ഥ സംഭവം എന്താണ്? ആ യഥാർത്ഥ സംഭവം, ആ യഥാർത്ഥ സംഭവം എന്താണെന്ന് നിനക്ക് എന്തറിയാം? സമൂദ് സമുദായം ആദ് സമുദായം ആ ഭയങ്കര സംഭവത്തെ നിഷേധിച്ചു കളഞ്ഞു. എന്നാൽ സമൂദ് സമുദായം അത്യന്തം ഭീകരമായ ഒരു ശിക്ഷ കൊണ്ട് നശിപ്പിക്കപ്പെട്ടു. എന്നാൽ ആദ് സമുദായം ആഞ്ഞു വീശുന്ന അതിക്രമമായ ഒരു കാറ്റ് കൊണ്ട് നശിപ്പിക്കപ്പെട്ടു. തുടർച്ചയായ 7 രാത്രിയും 8 പകലും അത് കാറ്റ് അവരുടെ നേർക്ക് അവൻ തിരിച്ചുവിട്ടു. അപ്പോൾ കടപുഴകി വീണ ഈന്തപ്പന തടികൾ പോലെ ആ കാറ്റിൽ ജനങ്ങൾ വീണ് കിടക്കുന്നതായി നിനക്ക് കാണാം. ഇനി അവരുടേതായി അവശേഷിക്കുന്ന വല്ലതും നീ കാണുന്നുണ്ടോ? ഫിറഔനും അവന്റെ മുമ്പുള്ളവരും കീഴ്മേൽ മറിഞ്ഞ രാജ്യങ്ങളും തെറ്റായ പ്രവർത്തനം കൊണ്ടുവന്നു. അവർ അവരുടെ രക്ഷിതാവിന്റെ ദൂതനെ ധിക്കരിക്കുകയും അപ്പോൾ അവൻ അവരെ ശക്തിയേറിയ ഒരു പിടുത്തം പിടിക്കുകയും ചെയ്തു. തീർച്ചയായും നാം വെള്ളം അതിരു കവിഞ്ഞ സമയത്ത് നിങ്ങളെ കപ്പലിൽ കയറ്റി രക്ഷിക്കുകയുണ്ടായി. നിങ്ങൾക്ക് നാം അതൊരു സ്മരണയാക്കുവാനും ശ്രദ്ധിച്ചു മനസ്സിലാക്കുന്ന കാതുകൾ അത് ശ്രദ്ധിച്ചു മനസ്സിലാക്കുവാനും വേണ്ടി. കാഹളത്തിൽ ഒരു ഊതുകൂത്തപ്പെട്ടാൽ ഭൂമിയും പർവ്വതങ്ങളും പൊടിയാക്കപ്പെടുകയും എന്നിട്ട് അവ രണ്ടും ഒരു ഇടിച്ചു തകർക്കലിന് വിധേയമാക്കപ്പെടുകയും ചെയ്താൽ അന്നേ ദിവസം ആ സംഭവം സംഭവിക്കുകയായി. ഇതാണ് ആ ഹാക്ക. ഓക്കെ. ആ സംഭവം എന്താണെന്ന് പറയുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. ആകാശം പൊട്ടിപ്പിളരുകയും ചെയ്യും. അന്ന് അത് ദുർബലമായിരിക്കും. മലക്കുകൾ അതിന്റെ നാനാഭാഗങ്ങളിലും ഉണ്ടായിരിക്കും. നിന്റെ രക്ഷിതാവിന്റെ സിംഹാസനത്തെ അവരുടെ മീതെ അന്ന് 8 കൂട്ടർ വഹിക്കുന്നതാണ്. അന്നേ ദിവസം നിങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുന്നതാണ്. യാതൊരു മറഞ്ഞ കാര്യവും നിങ്ങളിൽ നിന്ന് മറഞ്ഞു പോകുന്നതല്ല. അതായത് അർഷിനാണ് 8 കൂട്ടരെ കൊണ്ടുവരും എന്ന് പറഞ്ഞത്. ഓക്കെ. അത് അള്ളാഹുവിന്റെ സിംഹാസനത്തെയാണ് അർഷ് പിന്നെ അർഷ് എന്ന് പറയുന്നത്. ഓക്കെ. അത് 8 കൂട്ടരാവുന്നുള്ളത് ഒന്നും നമുക്കറിയില്ല അതെന്താണെന്നുള്ളത്. മലക്കുകളാണെന്നോ അല്ലെങ്കിൽ 8 സംഘം മലക്കുകളാണെന്നോ ഒന്നും നമുക്കറിയില്ല. കാരണം ആകാശങ്ങൾക്കും ഭൂമികൾക്കും അള്ളാഹുവിന്റെ എല്ലാ സൃഷ്ടികൾക്കും മുകളിലാണ് ആ അർഷ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത്രയും വലിപ്പമുണ്ട് അതിന് എന്നാണ്. ഒക്കെ. അപ്പൊ അതിനെ 8 കൂട്ടർ വലിച്ചു കൊണ്ടുവരും എന്ന് പറയുമ്പം അത് എങ്ങനെയാണത് എന്നും നമുക്കറിയില്ല. അത് സംഭവിക്കുമെന്നാണ്. ഒക്കെ. എന്നാൽ വലത് കൈയിൽ തന്റെ രേഖ നൽകപ്പെട്ടവൻ പറയും, ഇതാ എന്റെ ഗ്രന്ഥം വായിച്ചു നോക്കൂ. തീർച്ചയായും ഞാൻ വിചാരിച്ചിരുന്നു ഞാൻ എന്റെ വിചാരണയെ നേരിടേണ്ടി വരുമെന്ന്. അതിനാൽ അവൻ തൃപ്തികരമായ ജീവിതത്തിലാകുന്നു, ഉന്നതമായ സ്വർഗത്തിൽ. അവയിലെ പഴങ്ങൾ അടുത്തു വരുന്നവയാകുന്നു. കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ നിങ്ങൾ മുൻകൂട്ടി ചെയ്തതിന്റെ ഫലമായി നിങ്ങൾ ആനന്ദത്തോടെ തിന്നുകയും കുടിക്കുകയും ചെയ്തു കൊള്ളുക എന്ന് അവരോട് പറയപ്പെടും. എന്നാൽ ഇടത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെട്ടവനാകട്ടെ ഇപ്രകാരം പറയുന്നതാണ്, എന്റെ ഗ്രന്ഥം എനിക്ക് നൽകപ്പെടാതിരുന്നെങ്കിൽ, എന്റെ വിചാരണ എന്താണെന്ന് ഞാൻ അറിയാതിരുന്നെങ്കിൽ എത്ര നന്നായേനെ. അത് മരണം എല്ലാം അവസാനിപ്പിക്കുന്നതായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്റെ ധനം എനിക്ക് പ്രയോജനം ചെയ്യപ്പെട്ടില്ല, എന്റെ അധികാരം എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഇപ്രകാരം കൽപ്പനയുണ്ടാകും, നിങ്ങൾ അവനെ പിടിച്ച് ബന്ധനത്തിലിടൂ. പിന്നെ അവനെ നിങ്ങൾ ജ്വലിക്കുന്ന നരകത്തിലേക്ക് പ്രവേശിപ്പിക്കൂ. പിന്നെ 70 മുഴം നീളമുള്ള ഒരു ചങ്ങലയിൽ അവനെ നിങ്ങൾ പ്രവേശിപ്പിക്കൂ. തീർച്ചയായും അവൻ മഹാനായ അള്ളാഹുൽ വിശ്വസിച്ചിരുന്നില്ല. സാധുവിന് ഭക്ഷണം കൊടുക്കുവാൻ അവൻ പ്രോത്സാഹിപ്പിച്ചിരുന്നുമില്ല. അതിനാൽ ഇന്നിവിടെ അവന് ഒരു ഉറ്റബന്ധവുമില്ല. ദുർനീരുകൾ ഒലിച്ചുകൂടിയതിൽ നിന്നല്ലാതെ മറ്റാഹാരവുമില്ല. തെറ്റുകാരനല്ലാതെ അത് ഭക്ഷിക്കുകയില്ല. എന്നാൽ നിങ്ങൾ കാണുന്നവയെ കൊണ്ടും ഞാൻ സത്യം ചെയ്തു പറയുന്നു, നിങ്ങൾ കാണാത്തവയെ കൊണ്ടും തീർച്ചയായും ഇത് മാന്യനായ ഒരു ദൂതന്റെ വാക്ക് തന്നെയാകുന്നു. ഇതൊരു കവിയുടെ വാക്കല്ല, വളരെ കുറച്ച് മാത്രമേ നിങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ. ഒരു ജ്യോത്സ്യന്റെ വാക്കുമല്ല, വളരെ കുറച്ചേ നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കുന്നുള്ളൂ. ഇത് ലോകരക്ഷിതാവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാകുന്നു. നമ്മുടെ പേരിൽ പ്രവാചകൻ വല്ല വാക്കും കെട്ടിച്ചമച്ച് പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തെ നാം വലത് കൈകൊണ്ട് പിടികൂടുകയും എന്നിട്ട് അദ്ദേഹത്തിന് ജീവനാടി നാം മുറിച്ചു കളയുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ നിങ്ങൾ ആർക്കും അദ്ദേഹത്തിൽ നിന്ന് ശിക്ഷയെ തടയാനാവില്ല. തീർച്ചയായും ഇത് ഖുർആൻ ഭയഭക്തിയുള്ളവർക്ക് ഒരു ഉത്പാദനമാകുന്നു. തീർച്ചയായും നിങ്ങളുടെ കൂട്ടത്തിൽ ഇതിനെ നിഷേധിച്ച് തള്ളുന്നവരുണ്ടെന്ന് നമുക്കറിയാം. തീർച്ചയായും ഇത് സത്യനിഷേധികൾക്ക് ഖേദത്തിന് കാരണമാകുന്നു. തീർച്ചയായും ഇത് ദൃഢമായ യാഥാർത്ഥ്യമാകുന്നു. അതിനാൽ നീ നിന്റെ മഹാനായ രക്ഷിതാവിന്റെ നാമത്തെ പ്രകീർത്തിക്കുക. അപ്പൊ ഇതായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു കേട്ടത്.
എന്താണോ ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിൽ വിചാരിക്കുന്നത് അതിന്റെ ഉത്തരമായിരുന്നു അവസാനത്തിൽ പറഞ്ഞ ആയത്തുകൾ മുഴുവൻ. അപ്പം ഇതൊരു ഒരു മനുഷ്യന് പറയാൻ പറ്റുന്നതല്ല. ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിൽ ചിന്തിക്കുന്നു, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് ഉത്തരമായിട്ട് പാരായണം ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്. അത് കേട്ടു നിന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ചാൽ മതി. അൽഹംദുലില്ലാഹ്. ഇനി അടുത്തത് മആരിജ്, കയറുന്ന വഴികളൊക്കെ മക്കയിലാണ് അവതരിച്ചത്. 44 ആയത്തുണ്ട്. സൂറത്ത് സാല, സായിൻ, വാക്കിയ എന്നൊക്കെ പേരുണ്ട്. ഇൻഷാ അല്ലാഹ്. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. സംഭവിക്കാനിരിക്കുന്ന ഒരു ശിക്ഷയെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സംഭവിക്കാനിരിക്കുന്ന ഒരു ശിക്ഷയെ ഒരു ചോദ്യകർത്താവ് അത് ആവശ്യപ്പെട്ടിരിക്കുന്നു. സത്യനിഷേധികൾക്ക് അത് തടുക്കുവാൻ ആരുമില്ല. കയറിപ്പോകുന്ന വഴിയുടെ അധിപനായ അള്ളാഹുവിൽ നിന്ന് വരുന്ന ശിക്ഷയെ 50,000 കൊല്ലത്തിന്റെ അളവുകളുള്ള ഒരു ദിവസത്തിൽ മലക്കുകളും ആത്മാവും അവങ്കിലേക്ക് കയറിപ്പോകുന്നു. എന്നാൽ നബിയെ, നീ ഭംഗിയായ ക്ഷമ കൈക്കൊള്ളുക, തീർച്ചയായും അവർ അതിനെ വിദൂരമായി കാണുന്നു. 50,000 കൊല്ലത്തിന്റെ വഴിദൂരം ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഖിയാമത്ത് നാളിനെയാണ് ഈ 50,000 വർഷങ്ങളുടെ വഴിദൂരമുള്ള ഒരു ദിവസം എന്ന് പറയുന്നതൊക്കെ. അതായത് മനുഷ്യനും ജിന്നുകൾക്കും വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒഴിഞ്ഞിരിക്കുന്ന ഒരു ദിവസം എന്നാ പറഞ്ഞത്. അതായത് ഭൂമിയിലെ സകല മനുഷ്യർക്കും അള്ളാഹിന്റെ സൃഷ്ടിപ്പുകൾ ഇന്ന് വരെ നടന്നു പോയ സകല മനുഷ്യരെയും അന്ന് ആ ദിവസം വിളിച്ചു കൂട്ടുകയും അന്ന് അവരോട് ചോദ്യം ചെയ്യുകയും ചെയ്യുന്നതാണ്. അപ്പൊ ഇത്രയും മനുഷ്യരെയും ഇത്രയും സൃഷ്ടിജാലങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്യുന്ന ഒരു ദിവസത്തിന്റെ അളവ് എത്രയുണ്ടായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത ഒരു സമയമാണ്. 50,000 വർഷമെന്ന് അള്ളാഹുവിൽ നിന്നുള്ള സമയത്തെയാണോ പറഞ്ഞത്, അതോ ഭൂമിയിലെ മനുഷ്യന് ജീവിച്ച കൊല്ലത്തെ കണക്ക് കൂട്ടിയിട്ടുള്ള 50,000 വർഷമാണോ എന്നൊന്നും നമുക്ക് അറിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരും കാത്തുരക്ഷിക്കട്ടെ. അന്നേ ദിവസത്തെ അപമാനത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. കണ്ണടച്ച് തുറക്കുന്ന വേഗതയിൽ വിചാരണ കഴിഞ്ഞു കിട്ടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിച്ചവരുടെ കൂട്ടത്തിൽ നമ്മളെയും നമ്മളെ കുടുംബങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല സന്തതി പരമ്പരകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അബൂ ഹുറൈറ ഉദ്ധരിച്ച ഒരു ഹദീസിൽ ഇങ്ങനെയാണ്: കടമകൾ നിറവേറ്റാതെ ധനം നിക്ഷേപിച്ചു വെച്ചവന്റെ ധനം തകിടുകളാക്കി നരകാഗ്നിയിൽ ചുട്ടുപഴിപ്പിച്ച് അവന്റെ നെറ്റിയും ഭാഗങ്ങളും മുതുകും അതുകൊണ്ട് പൊള്ളിക്കും. നിങ്ങൾ എണ്ണി വരുന്ന 50,000 കൊല്ലത്തെ വലിപ്പമുള്ള ഒരു ദിവസം അള്ളാഹു അവന്റെ അടിയാന്മാർക്കിടയിൽ വിധി കൽപ്പിക്കുന്നവരും ആരെയും അതങ്ങനെയായിരിക്കും. പിന്നെ അവന്റെ വഴി ഒന്നുകിൽ സ്വർഗത്തിലേക്കോ അല്ലെങ്കിൽ നരകത്തിലേക്കോ അവൻ കാണും. അതായത് നമ്മളെ എണ്ണി കണക്കാക്കുന്ന വർഷങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടുകയാണെങ്കിൽ 50,000 വർഷം എന്നുള്ളതാണ്. ഓക്കെ, അതായത് സത്യവിശ്വാസികൾക്ക് ആ ഒരു ദിവസം എന്ന് പറയുന്നത് എന്താണ്, ഒരു നമസ്കാരത്തിന്റെ ഒരു സമയത്തേക്കാളും കുറവായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, എന്നാൽ അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം 50,000 എന്ന് പറയുന്നത് 50,000 തന്നെയായിരിക്കും എന്നുള്ളതാണ്. അതായത് 2 ദിവസങ്ങളെ പറ്റി അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നു. അവയെ പറ്റി അള്ളാഹുവിന് അറിയാം. അള്ളാഹുവിന്റെ കിതാബിൽ എനിക്ക് അറിയാത്തതിനെ കുറിച്ച് പറയാൻ ഞാൻ മടിക്കുന്നു എന്ന് പിന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ഒരു 50,000 വർഷത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് തന്നെയാണ് നമ്മുടെയും മറുപടി. ഇത് എങ്ങനെയാണ് അള്ളാഹു തീരുമാനിച്ചത്, അള്ളാഹു നിശ്ചയിച്ചത് എന്നുള്ളത് നമുക്കറിയില്ല. അള്ളാഹു എന്താണോ നിശ്ചയിച്ചത് അത് തന്നെയാണ് അത്. ഓക്കെ, എന്നാൽ നബിയെ, നീ ഭംഗിയായ ക്ഷമ കൈക്കൊള്ളുക, തീർച്ചയായും അവർ അതിനെ വിദൂരമായി കാണുന്നു, നാം അതിനെ അടുത്തതായും കാണുന്നു. ആകാശം ഉരുകുന്ന ലോഹം പോലെ ആകുന്ന ദിവസം പർവ്വതങ്ങൾ കടഞ്ഞ രോമം പോലെയും ഒരുറ്റ ബന്ധുവും മറ്റൊരു ബന്ധുവും ഉറ്റ ബന്ധുവിനോട് അന്ന് യാതൊന്നും ചോദിക്കുകയില്ല. ഈ മലകള് കടഞ്ഞ രോമം പോലെ ആകുന്ന പറഞ്ഞാല് നമ്മള് ഈ പഞ്ഞി അറിയില്ലേ, പഞ്ഞി ഇങ്ങനെ പറക്കുന്നത് കണ്ടിട്ടില്ലേ ധൂളികളായിട്ട്, അതുപോലെ ആയി മാറുന്ന മലകളൊക്കെ. അതാണ് പർവ്വതങ്ങൾ കടഞ്ഞ രോമം പോലെ. ആ രോമം കടഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ പറന്ന് കിടക്കുമല്ലോ, അപ്പൊ അതുപോലെ ആവും
പിന്നെ പർവ്വതങ്ങളെ എന്നാണ്. ഒരൊറ്റ ബന്ധുവും മറ്റൊരു ഒറ്റ ബന്ധുവിനോട് അന്ന് യാതൊന്നും ചോദിക്കുകയില്ല. അവർക്ക് അന്യോന്യം കാണിക്കപ്പെടും തൻ മക്കളെ പ്രായശ്ചിത്തമായി നൽകിക്കൊണ്ട് ആ ദിവസത്തെ ശിക്ഷയിൽ നിന്ന് മോചനം നേടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് കുറ്റവാളി ആഗ്രഹിക്കും. അതായത് എന്റെ കുടുംബത്തിനെ മുഴുവൻ വിൽക്കാൻ തന്നാല് എനിക്ക് രക്ഷപ്പെട്ടാൽ മതി എന്ന് പറയുന്ന സമയം വരുന്നതാണ്. തന്റെ ഭാര്യയെയും സഹോദരനെയും തനിക്ക് അഭയം നൽകിയ തന്റെ ബന്ധുക്കളെയും ഭൂമിയിലുള്ള മുഴുവൻ ആളുകളെയും എന്നിട്ട് അവനെ രക്ഷപ്പെടുത്തുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് സംശയം വേണ്ട. തീർച്ചയായും അത് ആളിക്കത്തുന്ന നരകമാകുന്നു. തലയുടെ തൊലിയരിച്ചു കളയുന്ന നരകാഗ്നി. പിന്നോക്കം മാറുകയും തിരിഞ്ഞു കളയുകയും ചെയ്തവരെ അത് ക്ഷണിക്കും. ശേഖരിച്ച് സൂക്ഷിച്ചു വച്ചവരെയും. തീർച്ചയായും മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള അങ്ങേയറ്റം അക്ഷമനായിക്കൊണ്ടാണ്. അതായത് തിന്മ ബാധിച്ചാൽ പൊറുതികേട് കാണിക്കുന്നവനായിക്കൊണ്ടും നന്മ കൈവന്നാൽ തടഞ്ഞു വെക്കുന്നവനായിക്കൊണ്ടും നമസ്കരിക്കുന്നവരൊഴികെ, അതായത് തങ്ങളുടെ നമസ്കാരത്തിൽ സ്ഥിരമായ നിഷ്ഠയുള്ളവർ, തങ്ങളുടെ സ്വത്തുക്കളിൽ നിർണീതമായ അവകാശം നൽകുന്നവരും, ചോദിച്ചു വരുന്നവനും ഉപജീവനം തടയപ്പെട്ടവനും പ്രതിഫല ദിനത്തിൽ വിശ്വസിക്കുന്നവരും, തങ്ങളുടെ രക്ഷിതാവിന്റെ ശിക്ഷയെപ്പറ്റി ഭയപ്പെട്ടവരും ഒഴികെ. തീർച്ചയായും അവരുടെ രക്ഷിതാവിന്റെ ശിക്ഷ വരികയില്ലെന്ന് ഭയപ്പെടാൻ പറ്റാത്തതാകുന്നു. തങ്ങളുടെ ഗുഹ്യാവയങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരും ഒഴികെ, തങ്ങളുടെ ഭാര്യമാരുടെയോ വലം കൈകൾ ഉടമപ്പെടുത്തിയവരുടെയോ കാര്യത്തിലൊഴികെ. തീർച്ചയായും അവർ ആക്ഷേപ മുക്തരാകുന്നു. എന്നാൽ അതിലപ്പുറം ആരെങ്കിലും ആഗ്രഹിക്കുന്ന പക്ഷം അത്തരക്കാർ തന്നെയാകുന്നു അതിരി കവിയുന്നവർ. തങ്ങൾ വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങളും തങ്ങളുടെ ഉടമ്പടികളും പാലിച്ചു പോരുന്നവരും, തങ്ങളുടെ സാക്ഷ്യങ്ങൾ മുറപ്രകാരം നിർവഹിക്കുന്നവരും, തങ്ങളുടെ നമസ്കാരങ്ങൾ നിഷ്ഠയോടെ നിർവഹിക്കുന്നവരും ഒഴികെ. അത്തരക്കാർ സ്വർഗത്തോപ്പുകളിൽ ആദരിക്കപ്പെടുന്നവരാകുന്നു. അപ്പോൾ സത്യനിഷേധികൾക്ക് എന്തു പറ്റി? അവർ നിന്റെ നേരെ കഴുത്ത് നീട്ടി വന്നിട്ട് വലത്തോട്ടും ഇടത്തോട്ടും കൂട്ടങ്ങളായി ചിതറിപ്പോകുന്നു. സുഖാനുഭൂതികളുടെ സ്വർഗത്തിൽ താൻ പ്രവേശിപ്പിക്കപ്പെടണമെന്ന് അവരിൽ ഓരോ മനുഷ്യരും മോഹിക്കുന്നുണ്ടോ? അത് വേണ്ട. തീർച്ചയായും അവർക്കറിയാത്തതിൽ നിന്നാണ് നാം അവരെ സൃഷ്ടിച്ചിട്ടുള്ളത്. അത് വേണ്ട. തീർച്ചയായും അവർക്കറിയാവുന്നതിൽ നിന്നാണ് അവരെ നാം സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നാൽ ഉദയസ്ഥാനങ്ങളുടെയും അസ്തമന സ്ഥാനങ്ങളുടെയും രക്ഷിതാവിന്റെ പേരിൽ ഞാൻ സത്യം ചെയ്ത് പറയുന്നു, തീർച്ചയായും നാം കഴിവുള്ളവനാണെന്ന്. അവരെക്കാൾ നല്ലവരെ പകരം കൊണ്ടുവരാൻ നാം തോൽപ്പിക്കപ്പെടുന്നവനല്ല താനും. ആകയാൽ അവർക്ക് താക്കീത് നൽകപ്പെടുന്ന അവരുടെ ആ ദിവസത്തെ അവർ കണ്ടുമുട്ടുന്നത് വരെ അവർ തോന്നിയ അവസ്ഥയിൽ മുഴുകയും കളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാൻ നീ അവരെ വിട്ടേക്കുക. അതായത് അവർ ഒരു നാട്ടക്കുറിയുടെ നേരെ രതിപ്പെട്ടു പോകുന്നത് പോലെ കബറുകളിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന ദിവസം അവരുടെ കണ്ണുകൾ കീഴ്പോട്ട് താണിരിക്കും. അപമാനം അവരെ ആവരണം ചെയ്തിരിക്കും. അതാണ് അവർക്ക് താക്കീത് നൽകപ്പെട്ടിരുന്ന ദിവസം. സൂറത്ത് നൂഹ് അടുത്തത് 28 ആയത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടെ മക്കയില് ഭയങ്കര പ്രയാസം അനുഭവപ്പെട്ടിരുന്ന സമയത്ത് അവതരിച്ച സൂറത്താണിത്. ഓക്കെ, സൂറത്തുൽ ഇബ്രാഹിമിന്റെയും സൂറത്തുൽ നഹലിന്റെ ഇടയിലാണ് ഇത് അവതരിച്ചത് എന്നാണ്. ആദ് അലി ഇസ്ലാമിന്റെ മകന് ഷീസ് എന്ന് പറഞ്ഞ ഒരു മകനുണ്ടായിരുന്നു. അതിന്റെ സന്താന പരമ്പരയിലാണ് നൂഹ് അലൈഹി ഇസ്ലാമിന്റെ ജനനം എന്നുള്ളതാണ്. ഓക്കെ, നൂഹ് അലൈഹി ഇസ്ലാമിന്റെ പിതാവിന്റെ പേര് ലാമക്ക് എന്നായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അള്ളാഹു ഭൂമിയിലേക്ക് അയച്ച ആദ്യത്തെ റസൂലാണ് നൂഹ് അലൈഹി ഇസ്ലാം. നമുക്ക് പ്രവാചകന്മാരുടെ നമുക്ക് ഏറ്റവും ഈ റസൂലുമാരായിട്ട് നിയോഗിച്ചതിലെ ആദ്യത്തെ റസൂലാണ് നൂഹ് അലൈഹി ഇസ്ലാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ കാലഘട്ടം ഇതിനെക്കുറിച്ച് വേറെ തന്നെ പറയേണ്ടതാണ്. ഞാനിത് ക്ലാസ്സിന് വേണ്ടിയിട്ട് വേഗത്തിൽ പോവുകയാണ്. 980 വർഷത്തിലേക്കാളും കൂടുതൽ അദ്ദേഹം പ്രബോധനം ചെയ്തിട്ടുണ്ടായിരുന്നു ഭൂമിയിലെ എന്നുള്ളതാണ്. ഓക്കെ, ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനായിരുന്നു അദ്ദേഹം. പിന്നെ 1000-ലധികം വർഷം ജീവിച്ച അദ്ദേഹത്തോട് മരണശേഷം ദുനിയാവിലെ ജീവിതത്തെ പറ്റി ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിറാജ് രാവിലെ ഇവരൊക്കെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഈ ഇതൊക്കെ വരുന്നത്. ദുനിയാവിനെ ഞാൻ കണ്ടത് ഒരു വീട് പോലെ. ആ വീടിന്റെ ഒരു വാതിലിൽ കൂടി ഞാൻ പ്രവേശിച്ചു, മറ്റൊരു വാതിലിൽ കൂടി ഞാൻ പുറത്തിറങ്ങി. ഈ അനുഭവമേ എനിക്ക് ദുനിയാവിലെ ജീവിതത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, അള്ളാഹു ഏറ്റവും കൂടുതൽ നന്ദി കാണിച്ച എന്റെ ദാസൻ എന്ന് പറഞ്ഞിട്ടാണ് നൂഹ് അലൈഹി ഇസ്ലാമിനെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഓക്കെ, ആദം നബിയിലും ഇമ്രാൻ കുടുംബത്തെയും ഇബ്രാഹിം കുടുംബത്തെയും പോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും പ്രത്യേകമായി തെരഞ്ഞെടുത്ത ഒരു കുടുംബമാണ് ആര്? നൂഹ് അലൈഹി ഇസ്ലാമിന്റെ ഇതും എന്നുള്ളതാണ്. ഓക്കെ, ആദം നബി, ഇമ്രാന്റെ കുടുംബം, ഇബ്രാഹിം കുടുംബം, അങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ
സംബോധന ചെയ്തിട്ട് അതുപോലെ തന്നെയാണ് നൂഹ് അലൈഹി ഇസ്ലാമിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തോ അസ്സലാമു അലൈക്കും അൽ മാരിജ് അല്ലേ ടീച്ചറെ അടുത്ത ആയത്ത് നൂഹ് അൽ മാരിജ് അല്ലേ സൂറത്തുൽ മാരിജ് എടുത്തു കയറി പോകുന്ന വഴികള്. നിങ്ങൾ ഉറങ്ങിപ്പോയ ഇടയില് സൂറത്തുൽ നൂഹാണ് ഇനി എടുക്കാനുള്ളത്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. സൂറത്തുൽ നൂഹ്. തീർച്ചയായും നൂഹിനെ അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് നാം അയച്ചു. നിന്റെ ജനതയ്ക്ക് വേദനയേറെ ശിക്ഷ വരുന്നതിന്റെ മുമ്പ് അവർക്ക് താക്കീത് നൽകുമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് വ്യക്തമായ താക്കീതുകാരനാകുന്നു. നിങ്ങൾ അള്ളാഹുവെ ആരാധിക്കുകയും അവനെ സൂക്ഷിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യുവിൻ. എങ്കിൽ അവൻ നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങളിൽ ചിലത് പുറത്തു തരികയും നിർണയിക്കപ്പെട്ട ഒരവധി വരെ നിങ്ങളെ നീട്ടിയിടുകയും ചെയ്യുന്നതാണ്. തീർച്ചയായും അള്ളാഹുവിന്റെ അവധി വന്നാൽ അത് നീട്ടിക്കൊടുക്കപ്പെടുകയില്ല, നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ. അദ്ദേഹം പറഞ്ഞു, എന്റെ രക്ഷിതാവേ, തീർച്ചയായും എന്റെ ജനതയെ രാവും പകലും ഞാൻ വിളിച്ചു. എന്നിട്ട് എന്റെ വിളി അവരുടെ ഓടിപ്പോക്ക് വർദ്ധിപ്പിക്കുക മാത്രമേ ചെയ്തുള്ളൂ. തീർച്ചയായും നീ അവർ പുറത്തു തീർച്ചയായും നീ അവർക്ക് പുറത്തു കൊടുക്കുവാൻ വേണ്ടി ഞാൻ അവരെ വിളിച്ചപ്പോഴേക്ക് അവർ അവരുടെ വിരലുകൾ കാതുകളിൽ വെക്കുകയും അവരുടെ വസ്ത്രങ്ങൾ മൂടിപ്പൊതിയുകയും അവർ ശഠിച്ചു നിൽക്കുകയും കടുത്ത അഹങ്കാരം നടിക്കുകയുമാണ് ചെയ്തത്. പിന്നീട് അവരെ ഞാൻ ഉറക്കെ വിളിച്ചു. പിന്നീട് ഞാൻ അവരോട് പരസ്യമായും വളരെ രഹസ്യമായും പ്രബോധനം നടത്തി. അങ്ങനെ ഞാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം തേടുക. തീർച്ചയായും അവൻ ഏറെ പൊറുക്കുന്നവനാകുന്നു. അവൻ നിങ്ങൾക്ക് മഴ സമൃദ്ധി അയച്ചു തരും. സ്വത്തുക്കളും സന്താനങ്ങളും കൊണ്ട് നിങ്ങളെ അവൻ പോഷിപ്പിക്കുകയും നിങ്ങൾക്ക് അവൻ തോട്ടങ്ങൾ ഉണ്ടാക്കി തരികയും നിങ്ങൾക്ക് അവൻ അരുവികൾ ഉണ്ടാക്കി തരികയും ചെയ്യും. നിങ്ങൾക്ക് എന്തു പറ്റി? അള്ളാഹുവിനൊരു ഗാംഭീര്യം നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല? നിങ്ങളെ അവൻ പല ഘട്ടങ്ങളായി സൃഷ്ടിച്ചിരിക്കുകയാണല്ലോ. നിങ്ങൾ കണ്ടില്ലേ എങ്ങനെയാണ് അള്ളാഹു അടുക്കുകളായി 7 ആകാശങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന്? ചന്ദ്രനെ അവൻ ഒരു പ്രകാശമാക്കിയിരിക്കുന്നു, സൂര്യനെ അവൻ ഒരു വിളക്കുമാക്കിയിരിക്കുന്നു. അള്ളാഹു നിങ്ങളെ ഭൂമിയിൽ നിന്ന് ഒരു മുളപ്പിക്കൽ മുളപ്പിച്ചിരിക്കുന്നു. പിന്നീട് അതിൽ നിന്ന് തന്നെ അതിൽ തന്നെ നിങ്ങളെ അവൻ മടക്കുകയും നിങ്ങളെ ഒരിക്കൽ അവൻ പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നതാണ്. അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ ഒരു വിരിപ്പാക്കുകയും ചെയ്തിരിക്കുന്നു, അതിലെ വിസ്താരമുള്ള പാതകളിൽ നിങ്ങൾ പ്രവേശിക്കുവാൻ വേണ്ടി. നൂഹ് പറഞ്ഞു, എന്റെ രക്ഷിതാവേ, തീർച്ചയായും ഇവർ എന്നോട് അനുസരണക്കേട് കാണിക്കുകയും ഒരു വിഭാഗത്തെ പിന്തുടരുകയും ചെയ്തിരിക്കുന്നു. അവർക്ക് പിന്തുടരപ്പെട്ട നേതൃവിഭാഗത്തിന് സ്വത്തും സന്താനങ്ങളും മൂലം ആത്മീയവും പാരത്രികവുമായ നഷ്ടം കൂടുക മാത്രമാണ് ഉണ്ടായത്. പുറമേ അവർ നേതാക്കൾ വലിയ കുതന്ത്രം പ്രയോഗിക്കുകയും ചെയ്തിരിക്കുന്നു. അവർ പറഞ്ഞു, ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ ദൈവങ്ങളെ ഉപേക്ഷിക്കരുത്. വദ്, സുവാദ്, യാഹൂദ്, യൗഹ്, നസ്രി എന്നിവരെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. അങ്ങനെ അവർ വളരെയധികം ആളുകളെ വഴിപിഴപ്പിച്ചു. രക്ഷിതാവെ, ആക്രമകാരികൾക്ക് വഴിപിഴവല്ലാതെ മറ്റൊന്ന് നീ വർദ്ധിപ്പിക്കരുതേ. അവരുടെ പാപങ്ങൾ നിമിത്തം അവർ മുക്കി നശിപ്പിക്കപ്പെട്ടു. എന്നിട്ട് അവർ നരകാഗ്നിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. അപ്പോൾ തങ്ങൾക്ക് അള്ളാഹുവിന് പുറമെ സഹായികൾ ആരെയും അവർ കണ്ടെത്തിയില്ല. നൂഹ് പറഞ്ഞു, എന്റെ രക്ഷിതാവെ, ഭൂമുഖത്ത് സത്യനിഷേധികൾപ്പെട്ട ഒരു പൗരനെ നീ വിട്ടേക്കരുതേ. തീർച്ചയായും നീ അവരെ വിട്ടേക്കുകയാണെങ്കിൽ നിന്റെ ദാസന്മാരെ അവൻ വഴിപഴപ്പിച്ചു കളയും. ദുർവൃത്തനും സത്യനിഷേധിക്കുമല്ലാതെ അവർ ജന്മം നൽകുകയുമില്ല. എന്റെ രക്ഷിതാവെ, എനിക്കും എന്റെ മാതാപിതാക്കൾക്കും എന്റെ വീട്ടിൽ വിശ്വാസിയായിക്കൊണ്ട് പ്രവേശിച്ചവനും സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്കും നീ പുറത്തു തരണമേ. അക്രമകാരികൾക്ക് നാശമല്ലാതൊന്നും നീ വർദ്ധിപ്പിക്കരുതേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇത് നൂഹ് അലൈഹി ഇസ്ലാമിന്റെ ഓരോ നബിമാരും അവരവരുടെ ഉള്ള ദുനിയാവില് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചു കൊടുത്ത അവർക്ക് സ്വന്തമായിട്ട് ദുആ ചെയ്യാനുള്ള ദുആ അവര് ഉപയോഗിച്ചു എന്നാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ ഉള്ളൂ അവനിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്ത ആ അനുഗ്രഹത്തെ ഉപയോഗിക്കാതെ വെച്ചതെന്ന്. നാളെ പരലോകത്തേക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് അത് എടുത്തു വെച്ചതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. നാളെ നമുക്ക് വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ്. ബാക്കി എല്ലാവരും അതുകൊണ്ട് തന്നെ നാളെ പരലോകത്ത് നഷ്ടപ്പെട്ടവരിൽപ്പെട്ടവരായിരിക്കും നിൽക്കുക എന്നാണ്. എല്ലാ നബിമാരും എക്സെപ്റ്റ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അടുത്ത് മുനാജാത്ത് നടത്താൻ ഭയപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ അള്ളാഹുവിനോട് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് പോവുകയുള്ളൂ.
കാരണം ബാക്കി എല്ലാ നബിമാരും അവരുടെ ദുആകള് പൂർത്തീകരിച്ചു ദുനിയാവിൽ വെച്ച് തന്നെ എന്നുള്ളതാണ്. ഓക്കെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മളെല്ലാവർക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരുമിച്ച് ചേരാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സൂറത്ത് ജിന്നാണ് ഇനി അടുത്തത്. മക്കയിൽ അവതരിച്ചതാണ്. 28 ആയത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിന്നുകളോട് സംസാരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ തൗഫീഖാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, മലക്കുകളുടെ ആവാസസ്ഥലം ആകാശം, ജിന്നുകൾക്ക് ഭൂമിയാണ്, മനുഷ്യന് മണ്ണിലും ജിന്നുകള് അഗ്നിയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മളെ നേരിട്ട് കാണാൻ പറ്റില്ല, നമുക്ക് അവരെ നേരിട്ട് കാണാൻ പറ്റില്ല, പക്ഷെ അവർക്ക് നമ്മളെ കാണാൻ കഴിയുന്നുണ്ട്. അവര് നമുക്കിടയിൽ കുതന്ത്രങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഒരു കൂട്ടം ജിന്നുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആൻ കേൾക്കുകയും അങ്ങനെ ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കുകയും അങ്ങനെ തങ്ങളുടെ സമുദായത്തെ അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ചുള്ള വിഷയം ഇതിലുള്ളത് കൊണ്ടാണ് സൂറത്ത് ജിൻ എന്ന് ഇതിന് പേര് വെച്ചത്. ഓക്കെ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമാധാനം നൽകിയ സൂറത്തായിരുന്നു ഇതെന്നാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ മറ്റുള്ളവര് ഇങ്ങനെ സ്വീകരിക്കാതെ ഇരിക്കുന്ന സമയത്താണല്ലോ ജിന്നു വർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ സമാധാനിപ്പിക്കുന്ന ഒരു ഭാഗമായിരുന്നു. ഈ ജിന്നു വർഗ്ഗങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ദീൻ എത്തിച്ചു കൊടുത്തു എന്നുള്ളതൊക്കെ അതിൽ ജിന്നുകൾ പറയുന്നുണ്ട്, മൂസക്ക് വന്ന അതേ കാര്യം തന്നെയാണ് ഞങ്ങൾ കേട്ടത് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അപ്പം മൂസ അലൈഹി ഇസ്ലാമിന് എന്താണോ ഇറങ്ങിയത് അതിന്റെ ബാക്കി തന്നെയാണ് നമുക്കും ഇറങ്ങിയ ഈ മുഅ്ജിസത്തിലുള്ളത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഒക്കെ ഓരോ കാലഘട്ടങ്ങൾക്കുള്ളത് നിയമ നടപടികൾ വേറെ വേറെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതല്ലാതെ എല്ലാത്തിന്റെയും ഉൾക്കാഴ്ച ഒന്ന് മാത്രമാണ്. അള്ളാഹുല് മാത്രം നിങ്ങൾ വിശ്വസിക്കാവൂ, നാളെ പരലോകമുണ്ട്, നാളെ വിചാരണയുണ്ട്, ഭൂമിയിൽ നിങ്ങൾ നന്മ മാത്രം ചെയ്യാവൂ, തിന്മ ചെയ്യരുത് എന്നുള്ള അള്ളാഹുവിന്റെ കൽപ്പനയാണ്. നിങ്ങൾക്ക് ഇറങ്ങിയ നബിയിൽ നിങ്ങൾ വിശ്വസിക്കണം എന്നുള്ളത്. ഓക്കെ, ഇത് തന്നെയാണ് എല്ലാ നബിമാരും വന്നിട്ട് ഭൂമിയിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നബിയെ പറയുക, ജിന്നുകളിൽ നിന്നുള്ള ഒരു സംഘം ഖുർആൻ ശ്രദ്ധിച്ചു കേൾക്കുകയുണ്ടായി എന്ന് എനിക്ക് ദിവ്യബോധനം നൽകപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് അവർ സ്വന്തം സമൂഹത്തോട് പറഞ്ഞു, തീർച്ചയായും അത്ഭുതകരമായ ഒരു ഖുർആൻ ഞങ്ങൾ കേട്ടിരിക്കുന്നു, അത് സന്മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ അതിൽ വിശ്വസിച്ചു. മേലിൽ ഞങ്ങളുടെ രക്ഷിതാവിനോട് ആരെയും ഞങ്ങൾ പങ്കു ചേർക്കുകയില്ല. നമ്മുടെ രക്ഷിതാവിന്റെ മഹത്വം ഉന്നതമായിരിക്കുന്നു. അവർ കൂട്ടുകാരികളെയോ സന്താനത്തെയോ സ്വീകരിച്ചിട്ടില്ല. ഞങ്ങളിലുള്ള വിഡ്ഢികൾ അള്ളാഹുവെ പറ്റി അതിക്രമപരമായ പരാമർശം നടത്തുമായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു മനുഷ്യരും ജിന്നുകളും അള്ളാഹുവിന്റെ പേരിൽ ഒരിക്കലും കള്ളം പറയുകയില്ലെന്ന് എന്നും അവർ പറഞ്ഞു. മനുഷ്യരിൽപ്പെട്ട ചില വ്യക്തികൾ ജിന്നുകളിൽപ്പെട്ട വ്യക്തികളോട് ശരണം തേടാറുണ്ടായിരുന്നു. അങ്ങനെ അതവർക്ക് ജിന്നുകൾക്ക് ഗർവ് വർദ്ധിപ്പിച്ചു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മനുഷ്യവർഗത്തിൽപ്പെട്ടവര് ജിന്നുവർഗങ്ങളെ ആരാധിക്കുന്നുണ്ട്. ഓക്കെ, തങ്ങൾ ധരിച്ചതുപോലെ അവരും ധരിച്ചു. അള്ളാഹു ആരെയും ഉയർത്തെഴുന്നേൽപ്പിക്കുകയില്ലെന്നും അവർ പറഞ്ഞു. ഞങ്ങൾ ആകാശത്തെ സ്പർശിച്ചു നോക്കി, അപ്പോൾ അത് ശക്തിമത്തായ പാറാവുകാരാലും തീജ്വാലകളാലും നിറക്കപ്പെട്ടതായി ഞങ്ങൾ കണ്ടെത്തിയെന്നും അവർ പറഞ്ഞു. ആകാശത്തിലെ ചില ഇരിപ്പിടങ്ങളിൽ ഞങ്ങൾ കേൾക്കാൻ വേണ്ടി ഇരിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആരെങ്കിലും ശ്രദ്ധിച്ചു കേൾക്കുകയാണെങ്കിൽ കാത്തിരിക്കുന്ന തീജ്വാലയെ അവന് കണ്ടെത്താനാവുമെന്നും അവർ പറഞ്ഞു. ദുനിയാവിലുള്ളവരുടെ കാര്യത്തിൽ തിന്മയാണോ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്, അതല്ല അവരുടെ രക്ഷിതാവ് അവരെ നേർവഴിയിലാക്കാൻ ഉദ്ദേശിച്ചിരിക്കുകയാണോ എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളാകട്ടെ ഞങ്ങളുടെ കൂട്ടത്തിൽ സദ്വൃത്തന്മാരുണ്ട്, അതിൽ താഴെയുള്ളവരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഞങ്ങൾ വിഭിന്ന മാർഗങ്ങളിലായി തീർന്നിരിക്കുന്നു. ഭൂമിയിൽ വെച്ച് അള്ളാഹുവെ ഞങ്ങളെ തോൽപ്പിക്കാനാവില്ല എന്നും ഓടിമാറി കളഞ്ഞിട്ട് അതിനെ തോൽപ്പിക്കാനാവില്ലെന്നും ഞങ്ങൾ ധരിച്ചിരിക്കുന്നു. സന്മാർഗം കേട്ടപ്പോൾ ഞങ്ങൾ അതിൽ വിശ്വസിച്ചു. അപ്പോൾ ഏതൊരുവൻ തന്റെ രക്ഷിതാവിൽ വിശ്വസിക്കുന്നുവോ അവന് യാതൊരു നഷ്ടവും അനീതിയെയും പറ്റി ഭയപ്പെടേണ്ടി വരില്ല എന്നും അവർ പറഞ്ഞു. ഞങ്ങളുടെ കൂട്ടത്തിൽ കീഴ്പ്പെട്ട് ജീവിക്കുന്നവരുണ്ട്, അനീതി പ്രവർത്തിക്കുന്നവരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ ആർ കീഴ്പ്പെട്ടിരിക്കുന്നുവോ അത്തരക്കാർ സന്മാർഗം അവലംബിച്ചിരിക്കുന്നു. അനീതി പ്രവർത്തിച്ചവരാകട്ടെ നരകത്തിലുള്ള വിറകായിത്തീരുന്നതാണ് എന്നും അവർ പറഞ്ഞു. ആ മാർഗത്തിൽ ഇസ്ലാമിൽ അവർ നേരെ നിലകൊള്ളുകയാണെങ്കിൽ നാം അവർക്ക് ധാരാളമായി വെള്ളം കുടിക്കാൻ നൽകുന്നതാണ്. അതിലൂടെ നാം അവരെ പരീക്ഷിക്കുവാൻ വേണ്ടി അത്രയത്. തന്റെ രക്ഷിതാവിന്റെ ഉത്ബോധനത്തെ വിട്ട് ആർ തിരിഞ്ഞു കളയുന്നുവോ അവന്റെ രക്ഷിതാവ് പ്രയാസകരമായ ശിക്ഷയിൽ പ്രവേശിപ്പിക്കുന്നതാണ് എന്നും എനിക്ക് ബോധനം നൽകപ്പെട്ടിരിക്കുന്നു. പള്ളികൾ അള്ളാഹുവിനുള്ളതാകുന്നു, അതിനാൽ നിങ്ങൾ അള്ളാഹുവോടൊപ്പം ആരെയും വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്നും അള്ളാഹുവിന്റെ ദാസന്മാർ അവനോട് പ്രാർത്ഥിക്കുവാനായി എഴുന്നേറ്റ് നിന്നപ്പോൾ അവർ അദ്ദേഹത്തിന് ചുറ്റും തിങ്ങിക്കൂടുവാൻ ഒരുങ്ങിയെന്നും
നബിയെ പറയുക, ഞാൻ എന്റെ രക്ഷിതാവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ. അവനോട് യാതൊരാളെയും ഞാൻ പങ്കു ചേർക്കുകയില്ല. പറയുക, നിങ്ങൾക്ക് ഉപദ്രവം ചെയ്യുകയോ എന്നതോ നിങ്ങളെ നിർവഴിയിലാക്കുകയോ എന്നതോ എന്റെ അധീനതയിലില്ല. പറയുക, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് ഒരാളും എനിക്ക് അഭയം നൽകുകയില്ല. തീർച്ചയായും അവന് പുറമെ ഒരു അഭയസ്ഥാനവും ഞാൻ ഒരിക്കലും കണ്ടെത്തുകയുമില്ല. അള്ളാഹുവിൽ നിന്നുള്ള പ്രബോധനവും അവന്റെ സന്ദേശങ്ങളും ഒഴികെ മറ്റൊന്നും എന്റെ അധീനതയില്ല. വല്ലവനും അള്ളാഹുവും അവന്റെ ദൂതനെയും ധിക്കരിക്കുന്ന പക്ഷം തീർച്ചയായും അവനുള്ളതാണ് നരകാഗ്നി. അത്തരക്കാർ അതിൽ നിത്യവാസികളായിരിക്കും. അങ്ങനെ അവർക്ക് താക്കീത് നൽകപ്പെടുന്ന കാര്യം അവർ കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും ദുർബലനായ സഹായി ആരെന്നും എണ്ണത്തിൽ ഏറ്റവും കുറവ് ആരാണെന്നും അവർ മനസ്സിലാക്കിക്കൊള്ളും. നബിയെ പറയുക, നിങ്ങൾക്ക് താക്കീത് നൽകപ്പെടുന്ന കാര്യം അടുത്ത് തന്നെയാണോ, അതല്ല എന്റെ രക്ഷിതാവ് അതിനെ അവധി വെച്ചേക്കുമോ എന്ന് എനിക്കറിയില്ല. അവർ അദൃശ്യം അറിയുന്നവനാണ്. എന്നാൽ അവൻ തന്റെ അദൃശ്യജ്ഞാനം ഏതൊരാൾക്കും വെളിപ്പെടുത്തി കൊടുക്കുകയില്ല, അവൻ തൃപ്തിപ്പെട്ട ഒരു ദൂതനുമല്ലാതെ. എന്നാൽ അദ്ദേഹത്തിന്റെ ദൂതന്റെ മുമ്പിലും പിന്നിലും അവർ കാവൽക്കാരെ ഏർപ്പെടുത്തുക തന്നെ ചെയ്യുന്നതാണ്. അവർ ദൂതന്മാർ തങ്ങളുടെ രക്ഷിതാവിന്റെ ദൗത്യങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് അള്ളാഹു അറിയാൻ വേണ്ടി അവന്റെ പക്കലുള്ളതിനെ അവൻ പരിപൂർണമായി അറിഞ്ഞിരിക്കുന്നു. എല്ലാ വസ്തുവിന്റെയും എണ്ണം അവൻ തിട്ടപ്പെടുത്തിയിരിക്കുന്നു. അടുത്തത് സൂറത്തുൽ മുസമ്മിലാണ്. മക്കയിൽ അവതരിച്ചതാണ്. ഇതും 20 ആയത്താണുള്ളത്. സൂറത്തുൽ അലക്കിനും സൂറത്തുൽ മുസമ്മിലിനും ശേഷം സൂറത്തുൽ മുദ്ദസിറിനും ശേഷമാണ് മുസമ്മിൽ അവതരിച്ചത് എന്നുള്ളതാണ്. ഓക്കെ, അതല്ല അൽഖലമിനും ശേഷമാണ് നാലാമതായി അവതരിച്ചതാണെന്നും പറയുന്നുണ്ട്. അള്ളാഹു അലം. സൂറത്തുൽ അലഖാണ് ആദ്യത്തത്, പിന്നെ അതിൽ നിന്ന് മുദ്ദസിർ, പിന്നെ മുസമ്മിൽ. ഓക്കെ, അതായത് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആന് പാരായണം തുടങ്ങിയപ്പം പിന്നെ ഖുറൈശികള് ദാറു തഖ്വയില് ദാറു നദ്വയില് ഒരുമിച്ച് കൂടി എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ പിന്നെ എങ്ങനെ അപകീർത്തിപ്പെടുത്താമെന്നായിരുന്നു അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തതെന്നാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ മാരണക്കാരനാണെന്നും ജ്യോത്സ്യനാണെന്നും ഭ്രാന്തനാണെന്നും കവി എന്നൊക്കെ പറയാന്ന് പറഞ്ഞിട്ട് അവർ തമ്മിൽ തീരുമാനിച്ചു എന്നാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ അതുവരെ ആരൊക്കെ വിളിച്ചിരുന്നത് അല്ലമീൻ അല്ലമീൻ എന്നായിരുന്നു. അത്രയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ബഹുമാനിക്കുകയും അങ്ങനെ സത്യസന്ധനായിട്ടുള്ള വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞ് നടന്നൊരു സമയമാണ്. അപ്പോഴാണ് ഈ ആയത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പാരായണം ചെയ്യുന്നത്. അതില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ അപമാനിച്ചുകൊണ്ട് ജ്യോത്സ്യനാണ്, കള്ളം പറയുന്നവനാണ്, കവിയാണ്, ഭ്രാന്തനാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ അപമാനിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രയാസപ്പെട്ടിട്ട് പിന്നെ ഹൃദയം ഇങ്ങനെ കിടന്ന് വിറച്ചു എന്നാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ മൂടി പതിച്ച് വീട്ടിൽ കിടപ്പായി. പുറത്തേക്ക് ഇറങ്ങാൻ പ്രയാസമായിട്ട് ആളുകൾ അപമാനിക്കുന്നതുകൊണ്ട് അങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സൂറത്തില് റസൂലുള്ളാഹിനെ വിളിക്കുന്നത്. അപ്പം വിളിക്കുന്നത് നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും ഇത് എന്താണെന്നൊക്കെ. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹേ വസ്ത്രം കൊണ്ട് മൂടിയവനെ, രാത്രി അല്പസമയം ഒഴിച്ച് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുക. അതിന്റെ രാത്രിയുടെ പകുതി അല്ലെങ്കിൽ അതിൽ നിന്ന് അല്പം കുറച്ചു കൊള്ളുക, അല്ലെങ്കിൽ അതിനേക്കാൾ വർദ്ധിപ്പിച്ചു കൊള്ളുക. ഖുർആൻ സാവകാശത്തിൽ പാരായണം നടത്തുകയും ചെയ്യുക. തീർച്ചയായും നാം നിന്റെ മേൽ ഒരു കനപ്പെട്ട വാക്ക് ഇട്ടു തരുന്നതാണ്. തീർച്ചയായും രാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിക്കൽ കൂടുതൽ ശക്തിമത്തായ ഹൃദയ സാന്നിധ്യം നൽകുന്നതും വാക്കിനെ കൂടുതൽ നേരെ നിർത്തുന്നതുമാകുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിലൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ രാത്രിയിൽ നമ്മൾ എഴുന്നേറ്റ് ഒരു ഉറക്കത്തിന് ശേഷം എഴുന്നേറ്റ് നമസ്കരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രയാസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കിത്തരും എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഓക്കെ, അള്ളാഹു വിളിച്ചതാണ് നമ്മളെ. ഓക്കെ, പ്രയാസം അനുഭവിക്കുന്നവര് എഴുന്നേൽക്കുക, ഒടുക്കുക, നമസ്കരിക്കുക. അള്ളാഹു നമ്മുടെ ഹൃദയത്തെ സമാധാനത്തിലാക്കും. തീർച്ചയായും നിനക്ക് പകൽ സമയത്ത് ദീർഘമായ ജോലി തിരക്കൊണ്ട് നിന്റെ രക്ഷിതാവിന്റെ നാമം സ്മരിക്കുകയും മറ്റു ചിന്തകൾ വെടിഞ്ഞ് അവങ്കിലേക്ക് മാത്രമായി മടങ്ങുകയും ചെയ്യുക. ഉദയസ്ഥാനത്തിന്റെയും അസ്തമന സ്ഥാനത്തിന്റെയും രക്ഷിതാവാകുന്നവൻ അവനല്ലാതെ യാതൊരു ദൈവവും ഇല്ലാതിനാൽ വരമേൽപ്പിക്കപ്പെടുന്നവനായി അവനെ സ്വീകരിക്കുക. അവർ അവിശ്വാസികൾ പറയുന്നതിനെ പറ്റി നീ ക്ഷമിക്കുകയും ഭംഗിയായ വിധത്തിൽ അവരിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുക. എന്നെയും സുഖാനുഗ്രഹങ്ങൾ ഉള്ളവരായ സത്യനിഷേധികളെയും വിട്ടേക്കുക, അവർക്ക് അല്പം വിട്ട കൊടുക്കുകയും ചെയ്യുക. തീർച്ചയായും നമ്മുടെ അടുക്കൽ കാൽ ചെങ്ങലകളും ജ്വലിക്കുന്ന നരകാഗ്നിയും തൊണ്ടയിൽ അടഞ്ഞു നിൽക്കുന്ന ഭക്ഷണം വേദനയേറെ ശിക്ഷയുമുണ്ട്. ഭൂമിയും പർവ്വതങ്ങളും വിറകൊള്ളുകയും പർവ്വതങ്ങൾ ഒലിച്ചു പോകുന്ന മണൽക്കുന്ന് പോലെയാവുകയും ചെയ്യുന്ന ദിവസത്തിൽ
തീർച്ചയായും നിങ്ങളിലേക്ക് നിങ്ങളുടെ കാര്യത്തിന് സാക്ഷിയായിട്ടുള്ള ഒരു ദൂതനെ നാം നിയോഗിച്ചിരിക്കുന്നു. ഫിറൗന്റെ അടുത്ത് നാം ഒരു ദൂതനെ നിയോഗിച്ച പോലെ തന്നെ. എന്നിട്ട് ഫിറൗൻ ആ ദൂതനോട് ധിക്കാരം കാണിച്ചു. അപ്പോൾ നാം അവനെ കടുത്തൊരു പിടുത്തം പിടികൂടുകയുണ്ടായി. എന്നാൽ നിങ്ങൾ അവിശ്വസിക്കുകയാണെങ്കിൽ കുട്ടികളെ നരച്ചവരായി തീർക്കുന്ന ഒരു ദിവസത്തെ നിങ്ങൾ എങ്ങനെ സൂക്ഷിക്കാനാവും? അത് നിമിത്തം ആകാശം പൊട്ടിപ്പിളരുന്നതാണ്. അള്ളാഹുവിന്റെ വാഗ്ദാനം പ്രാവർത്തികമാക്കപ്പെടുന്നതാകുന്നു. തീർച്ചയായും ഇതൊരു ഉത്ബോധനമാകുന്നു. അതിനാൽ വല്ലവനും ഉദ്ദേശിക്കുന്ന പക്ഷം അവൻ തന്റെ രക്ഷിതാവിലേക്ക് ഒരു മാർഗം സ്വീകരിച്ചു കൊള്ളട്ടെ. നീയും നിന്റെ കൂടെയുള്ളവരിൽ ഒരു വിഭാഗവും രാത്രിയിൽ മിക്കവാറും 2/3 ചിലപ്പോൾ പകുതിയും ചിലപ്പോൾ 1/3 നിന്ന് നമസ്കരിക്കുന്നുണ്ടെന്ന് തീർച്ചയായും നിന്റെ അവനറിയാം. അള്ളാഹുവാണ് രാത്രിയും പകലെയും കണക്കാക്കുന്നത്. നിങ്ങൾക്ക് അത് ക്ലിപ്തപ്പെടുത്താനാവുകയില്ലെന്ന് അവനറിയാം. അതിനാൽ അവൻ നിങ്ങൾക്ക് ഇളവ് ചെയ്തിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ഖുർആനിൽ നിന്ന് സൗകര്യപ്പെട്ടത് ഓതിക്കൊണ്ട് നമസ്കരിക്കുക. നിങ്ങളുടെ കൂട്ടത്തിൽ രോഗികളും ഭൂമിയിൽ സഞ്ചരിച്ച് അള്ളാഹുவோട് അനുഗ്രഹം തേടിക്കൊണ്ടിരിക്കുന്ന വേറെ ചിലരും അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന മറ്റു ചിലരും ഉണ്ടാകും എന്ന് അള്ളാഹുവിനറിയാം. അതിനാൽ അതിൽ ഖുർആനിൽ നിന്ന് സൗകര്യപ്പെട്ടത് നിങ്ങൾ പാരായണം ചെയ്തുകൊള്ളുകയും നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും അള്ളാഹുവിന് ഉത്തമമായ കടം നൽകുകയും ചെയ്യുക. സ്വദേഹങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തൊരു നന്മ മുൻകൂട്ടി ചെയ്തു വെക്കുകയാണെങ്കിലും അള്ളാഹുവിൽ അത് ഗുണകരവും ഏറ്റവും മഹത്തായ പ്രതിഫലമുള്ളതായി നിങ്ങൾ കണ്ടെത്തുന്നതാണ്. നിങ്ങൾ അള്ളാഹുവോട് പാപമോചനം തേടുകയും ചെയ്യുക. തീർച്ചയായും അള്ളാഹു ഏർപ്പൊറുക്കുന്നതിനും കരുണാനിധിയുമാകുന്നു. അപ്പൊ ആദ്യത്തിൽ പറഞ്ഞ കുറേ നേരം പാരായണം ചെയ്യാൻ പറഞ്ഞത് നമസ്കാരത്തിന് പിന്നെ രാത്രിയിലെ പകുതിയിൽ ഉണർന്നിട്ട് ഒരുപാട് നേരം ഖുർആൻ പാരായണം ചെയ്യണമെന്ന് പറഞ്ഞത് അത് റസൂലുള്ളാഹിക്ക് മാത്രം പറഞ്ഞ കാര്യമാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ കൽപ്പിച്ചത്? നമുക്ക് കഴിയുന്ന രീതിയിൽ നമ്മളോട് ചെയ്തുകൊള്ളാൻ മാത്രമാണ് കൽപ്പിച്ചിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ആ രാത്രിയിൽ ഒരുപാട് നേരം പാരായണം ചെയ്ത് നിസ്കരിക്കുക എന്ന് പറഞ്ഞത് ഒരു നിർബന്ധ ബാധ്യതയല്ല എന്നുള്ളതാണ് ഇവിടെ പഠിക്കേണ്ടത്. ഓക്കെ, സൂറത്തിലെ മുദ്ദസ്സിർ പുതച്ചു മൂടിയവന് മക്കയിലാണ് അവതരിച്ചത്. 56 ആയത്താണുള്ളത്. സൂറത്തിന്റെ അലക്കിലെ ആദ്യത്തെ വചനം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ആയത്തുകളൊന്നും ഇറങ്ങാതായപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പേടി തോന്നി, വിഷമത ഉണ്ടായിന്ന്. എന്താണ് വരാത്തത് എന്ന് ആലോചിച്ചിട്ട് അങ്ങനെയാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. ഓക്കെ, അങ്ങനെ ഞാൻ നടന്നുകൊണ്ടിരിക്കുക. ആകാശത്ത് നിന്ന് ഒരു ശബ്ദം കേട്ടു. ഞാൻ ആകാശത്തേക്ക് കണ്ണുപൊക്കി. അപ്പോഴതാ ഹിറാമലയിൽ വെച്ച് എന്റെ അടുക്കൽ വന്നിരുന്ന ആ മലക്ക് ആകാശത്തിനും ഭൂമിക്കുമിടയിൽ ഒരു പീഠത്തിൽ മേലിരിക്കുന്നു. ഞാൻ അത് നിമിത്തം പേടിച്ചു വിറച്ച് നിലത്ത് വീഴാറായി. അങ്ങനെ വീട്ടുകാരുടെ അടുക്കൽ വന്ന് മൂടിത്തരുവാന് കൽപ്പിച്ചു എന്നാണ്. അങ്ങനെയാണ് സൂറത്തുൽ മുദ്ദസ്സിർ എന്ന് പറഞ്ഞത്. ഓക്കെ, ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അതായത് നുബൂവത്ത് തുടങ്ങിയത് സൂറത്തുൽ അലക്കിൽ നിന്നാണ്. എന്നാല് അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നബിയാണെന്ന് തിരിച്ചറിഞ്ഞത് സൂറത്തുൽ അലക്കിലാണ്. പക്ഷെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് പറയുന്ന സൂറത്തുൽ മുദ്ദസ്സിറിലൂടെയാണ്. ഓക്കെ, ഇതോട് കൂടിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റിസാലത്ത് ലഭിച്ചത് എന്നാണ് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബൂവത്ത് ലഭിച്ചു, പിന്നീട് റിസാലത്ത് ലഭിച്ചു. അതായത് സ്വന്തം ജീവിതത്തിൽ പകർത്താൻ കൽപ്പിച്ചു, അതാണ് നുബൂവത്ത്. പക്ഷെ അത് മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുക്കാൻ കൽപ്പിച്ചതാണ് റിസാലത്ത്. ഓക്കെ, അപ്പം ആ റിസാലത്തും കൂടി ഒരുമിച്ച് കൂടിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ അത് ദീന് പഠിപ്പിച്ചത് എന്ന് മനസ്സിലാക്കുക. അല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റയ്ക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല എന്നുള്ളതാണ് ഇതിന്ന് പഠിക്കേണ്ടത്. ഓക്കെ, ഔദുബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പുതച്ചു മൂടിയവനെ, എഴുന്നേറ്റ് ജനങ്ങളെ താക്കീത് ചെയ്യുക. നിന്റെ രക്ഷിതാവിന്റെ മഹത്വപ്പെടുത്തുകയും നിന്റെ വസ്ത്രങ്ങൾ ശുദ്ധിയാക്കുകയും പാപം വെടിയുകയും ചെയ്യുക. കൂടുതൽ നേട്ടം കൊതിച്ചുകൊണ്ട് നീ ഔദാര്യം ചെയ്യരുത്. നിന്റെ രക്ഷിതാവിന് വേണ്ടി നീ ക്ഷമ കൈക്കൊള്ളുക. എന്നാൽ കാഹളത്തിൽ മുഴക്കപ്പെട്ടാൽ അന്ന് അതൊരു പ്രയാസകരമായ ദിവസമായിരിക്കും. സത്യനിഷേധികൾക്ക് എളുപ്പമുള്ളതല്ലാത്തൊരു ദിവസം. എന്നെയും ഞാൻ ഏകനായിക്കൊണ്ട് സൃഷ്ടിച്ച ഒരുത്തനെയും വിട്ടേക്കുക. അവന് ഒരു സമൃദ്ധമായ സമ്പത്ത് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. സന്നദ്ധമായി നിൽക്കുന്ന സന്തതികളെയും അവന് ഞാൻ നല്ല സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തു. പിന്നെയും ഞാൻ കൂടുതൽ കൊടുക്കണമെന്ന് അവർ മോഹിക്കുന്നു. അല്ല, തീർച്ചയായും അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളോട് മാത്സര്യം കാണിക്കുന്നവരായിരിക്കുന്നു. പ്രയാസമേറിയ ഒരു കയറ്റം കയറാൻ നാം വഴിയെ അവനെ നിർബന്ധിക്കുന്നതാണ്. തീർച്ചയായും അവനൊന്ന് ചിന്തിച്ചു,
അവനൊന്ന് കണക്കാക്കുകയും ചെയ്തു. അതിനാൽ അവർ നശിക്കട്ടെ, എങ്ങനെയാണ് അവർ കണക്കാക്കിയത്? വീണ്ടും അവർ നശിക്കട്ടെ, വീണ്ടും അവൻ നശിക്കട്ടെ, എങ്ങനെയാണ് അവൻ കണക്കാക്കിയത്? പിന്നീട് അവനൊന്ന് നോക്കി, പിന്നെ അവൻ മുഖം ചുളിക്കുകയും മുഖം കറുപ്പിക്കുകയും ചെയ്തു. പിന്നെ അവൻ പിറകോട്ട് മാറുകയും അഹങ്കാരം നടിക്കുകയും ചെയ്തു. എന്നിട്ട് അവൻ പറഞ്ഞു, ഇത് ആരിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ആരുമല്ലാതെ മറ്റൊന്നുമല്ല, ഇത് മനുഷ്യന്റെ വാക്കല്ലാതെ മറ്റൊന്നുമല്ല. വഴിയെ ഞാൻ അവനിൽ സഹറിൽ നരകത്തിലിട്ട് ഇരിക്കുന്നതാണ്. സഹർ എന്താണെന്ന് നിനക്കറിയാമോ? അതൊരു ബാക്കിയാക്കുകയെ വിട്ടുകളയുകയില്ല. അത് തൊലി കരിച്ച് രൂപം മാറ്റി കളയുന്നതാണ്. അതിന്റെ മേൽനോട്ടത്തിന് 19 പേരുണ്ട്. നരകത്തിന്റെ നോട്ടക്കാരനായി നാം മലക്കുകളെ മാത്രമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അവരുടെ എണ്ണത്തെ നാം സത്യനിഷേധികൾക്ക് ഒരു പരീക്ഷണമാക്കിയിരിക്കുന്നു. വേദം നൽകപ്പെട്ടവർക്ക് ദൃഢബോധവും വരുവാനും സത്യവിശ്വാസികൾക്ക് വിശ്വാസം വർദ്ധിക്കാനും വേദം നൽകപ്പെട്ടവരും സത്യവിശ്വാസികളും സംശയത്തിൽ അകപ്പെടാതിരിക്കാനും അള്ളാഹു എന്ത് രൂപമയാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് ഹൃദയങ്ങളിൽ രോഗമുള്ളവരും സത്യനിഷേധികളും പറയുവാനും വേണ്ടിയാത്രേ അത്. അപ്രകാരം അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവരെ വഴിപിഴപ്പിക്കുകയും താൻ ഉദ്ദേശിക്കുന്നവരെ നേർവഴിയിലാക്കുകയും ചെയ്യുന്നു. നിന്റെ രക്ഷിതാവിന്റെ സൈന്യങ്ങളെ അവനല്ലാതെ മറ്റാരും അറിയുകയില്ല. ഇത് മനുഷ്യർക്ക് ഒരു ഉത്ബോധനമല്ലാതെ മറ്റൊന്നുമില്ല. നിസ്സംശയം ചന്ദ്രനെ തന്നെയാണ് സത്യം. രാത്രി പിന്നിട്ട് പോകുമ്പോൾ അതിനെ തന്നെയാണ് സത്യം. പ്രഭാതം പിറന്ന അത് തന്നെയാണ് സത്യം. തീർച്ചയായും അത് നരകം ഗൗരവമുള്ള കാര്യങ്ങളിൽ ഒന്നാകുന്നു. മനുഷ്യർക്ക് ഒരു താക്കീത് എന്ന നിലയിൽ, അതായത് നിങ്ങളിൽ നിന്ന് മുന്നോട്ട് പോകുവാനോ പിന്നോട്ട് വെക്കുവാനോ ഉദ്ദേശിക്കുന്നവർക്ക് ഓരോ വ്യക്തിയും താൻ സമ്പാദിച്ചു വെച്ചതിൽ പണയപ്പെട്ടവനാകുന്നു, വലതുപക്ഷക്കാരൊഴികെ. ചില സ്വർഗത്തോപ്പുകളിലായിരിക്കും അവർ അന്വേഷിക്കും കുറ്റവാളികളെ പറ്റി, നിങ്ങളുടെ നരകത്തിൽ പ്രവേശിക്കപ്പെട്ടത് എന്തിനാണെന്ന്. ആ കുറ്റവാളികൾ മറുപടി പറയും, ഞങ്ങൾ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തായില്ല, ഞങ്ങൾ അഗതികൾക്ക് ആഹാരം നൽകുമായിരുന്നില്ല, തോന്നിയ വസതിൽ മുഴുകുന്നവരുടെ കൂടെ ഞങ്ങളും മുഴുകുമായിരുന്നു, പ്രതിഫലത്തിന്റെ നാളിൽ ഞങ്ങൾ നിഷേധിച്ച് കളയുമായിരുന്നു. അങ്ങനെയിരിക്കെ ആ ഉറപ്പായ മരണം ഞങ്ങൾക്ക് വന്നെത്തി. ഇനി അവർക്ക് ശുപാർശക്കാരുടെ ശുപാർശയൊന്നും പ്രയോജനപ്പെടുകയില്ല. എന്നിരിക്കെ അവർക്ക് എന്തു പറ്റി? അവർ ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരായിരിക്കുന്നു. അവർ വിളറി പിടിച്ച കഴുതകളെ പോലെ ആയിരിക്കുന്നു. സിംഹത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട കഴുതകൾ അല്ല. അവരിൽ ഓരോരുത്തരും ആഗ്രഹിക്കുന്നു തനിക്ക് അള്ളാഹുൽ നിന്ന് നിവർത്തിയ ഏടുകൾ നൽകപ്പെടണമെന്ന്. അല്ല, പക്ഷേ അവർ പരലോകത്തെ ഭയപ്പെടുന്നില്ല. അല്ല, തീർച്ചയായും ഇത് ഒരു ഉത്ബോധനമാകുന്നു. ആകയാൽ ആർ ഉദ്ദേശിക്കുന്നു അവരത് ഓർമ്മിച്ചു കൊള്ളട്ടെ. അള്ളാഹു ഉദ്ദേശിക്കുന്നു എങ്കിൽ അല്ലാതെ അവർ ഓർമ്മിക്കുകയില്ല. അവനാകുന്നു ഭക്തിക്ക് അവകാശപ്പെട്ടവൻ, പാപമോചനത്തിനും അവകാശപ്പെട്ടവൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് ക്ലാസ് ബാക്കി നാളെ എടുക്കാം. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഖിയാമ മുതൽ നാളെ എടുക്കാം ഇൻഷാ അല്ലാഹ്. ഓക്കെ. الحمد لله رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. رب ارحمهما كما ربياني صغيرا. ربي هب لي من الصالحين. ربي هب لي من الصالحين. ربي هب لي من لدنك رحمة وهب لنا من أمرنا رشدا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحان الله، الحمد لله، لا إله إلا الله، الله أكبر، ولا حول ولا قوة إلا بالله. اللهم اغفر لي وارحمني واجبرني وارفعني وارزقني واهدني وعافني آمين يا رب العالمين. اللهم إنا نسألك جنات الفردوس الأعلى. اللهم إنا نسألك جنات الفردوس الأعلى. اللهم إنا نسألك جنات الفردوس الأعلى. ربي إني لما أنزلت من خير فقير. ربنا آتنا من لدنك رحمة وهب لنا من أمرنا رشدا. رب اشرح لي صدري ويسر لي أمري. آمين يا رب العالمين. اللهم إنك جنات الفردوس الأعلى. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. آمين يا رب العالمين. ഹയ്യുൽ ഖയ്യൂമായ റഹ്മാൻ റഹീമായ യാദൽ ജലാൽ ഇക്റാമായ അല്ലാഹുവേ, അറിഞ്ഞുകൊണ്ട് അറിയാതെ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ദോഷങ്ങളും ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ. ഈ മജ്ലിസിനെ നീ തൃപ്തിപ്പെട്ട് സ്വീകരിക്കണമേ. അല്ലാഹുവേ, ഇരുന്ന് അല്ലാഹുവേ നിന്നോട് ചോദിച്ച എന്റെ സഹോദരിമാരുടെ എല്ലാ പ്രയാസങ്ങളും നീ നീക്കി കൊടുക്കണമേ. അല്ലാഹുവേ, ദുആ കൊണ്ട് വസീത്ത് ചെയ്തവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീക്കി കൊടുക്കണമേ. അല്ലാഹുവേ, മക്കളുടെ പ്രയാസങ്ങൾ കൊണ്ട് അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും നീ നീക്കി കൊടുക്കുകയും ആയുസ്സും ആരോഗ്യം നൽകി അനുഗ്രഹിക്കുകയും അവരുടെ കുടുംബജീവിതത്തിൽ അല്ലാഹുവേ നീ സന്തോഷ സുഖം സമാധാനം സംതൃപ്തി നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. യാ റഹ്മാൻ റഹീമീൻ. അല്ലാഹുവേ, മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവരുടെ എല്ലാവരുടെയും പ്രയാസത്തെ നീക്കി കൊടുക്കണമേ. സ്വാലിഹീങ്ങളായ ആയുസ്സും ആരോഗ്യമുള്ള സന്തതി പരമ്പരകളെ നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ റഹീമീൻ. അല്ലാഹുവേ,
അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും നീ നീക്കി കൊടുക്കണമേ. അള്ളാഹുവെ, കുടുംബജീവിതങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ എല്ലാവരുടെയും പ്രയാസങ്ങളെ നീ നീക്കി കൊടുക്കണമേ. അള്ളാഹുവെ, മറ്റൊരാളോട് പറയാൻ കഴിയാത്ത രീതിയിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളെയും അള്ളാഹുവെ, നിന്റെ കാരുണ്യം കൊണ്ട്, നീ ഈ മജ്ലിസിന്റെ കാരുണ്യം കൊണ്ട്, ഈ മജ്ലിസിന്റെ തൃപ്തി കൊണ്ട് അള്ളാഹുവെ, നീ പൂർണ്ണമായും അവരുടെ പ്രയാസങ്ങളെ നീ നീക്കി കൊടുക്കണമേ. ഞങ്ങൾ മാതാപിതാക്കൾക്ക് ആയുസ്സും ആരോഗ്യം നൽകി അനുഗ്രഹിക്കണമേ. അവരുടെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പുറത്തു മാപ്പാക്കി കൊടുക്കണമേ. ഞങ്ങളുടെ ഇണകളുടെയും പാപങ്ങളെ നീ പുറത്തു മാപ്പാക്കി കൊടുക്കണമേ. ഞങ്ങളുടെ സന്തതി പരമ്പരകളുടെയും പാപങ്ങളെ പുറത്തു മാപ്പാക്കി തരണമേ. യാ റഹ്മാൻ റഹീമീൻ അല്ലാഹു, ഞങ്ങളിൽ നിന്ന് നിന്നിലേക്ക് മടങ്ങിയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവെ, ഞങ്ങളെയും അവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് ചേർക്കണമേ. യാ റഹ്മാൻ റഹീമീൻ അല്ലാഹുവെ, മുസ്ലിം ഉമ്മത്ത് ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങളെ അല്ലാഹുവെ, നീ എത്രയും പെട്ടെന്ന് അവർക്ക് സമാധാനം സന്തോഷം നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവെ, ശത്രുക്കളിലേക്ക് തന്നെ നീ മടക്കണമേ. അല്ലാഹുവെ, മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്സത്തിനെ നീ തിരിച്ചു മടക്കണമേ. അവർക്ക് സൂക്ഷ്മത പാലിക്കുന്ന നിന്റെ അടിമകളാവാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ റഹീമീൻ അല്ലാഹു, ഞങ്ങളോട് കരുണ കാണിക്കാത്തവരെ ഞങ്ങളുടെ ഭരണാധികാരികളാക്കരുതേ. റഹ്മാനായ അല്ലാഹുവെ, ഞങ്ങൾക്ക് ഉത്തമമായ ജീവിതവും സമാധാനവും സംതൃപ്തി നൽകിയ ജീവിതവും നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ റഹീമീൻ അല്ലാഹുവെ, ഞങ്ങളുടെ സന്തതി പരമ്പരകളെ സ്വാലിഹീങ്ങളും ആരിഫീങ്ങളും ആഫിലീങ്ങളും ഖുർആന്റെ അഹൽക്കാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും സന്തോഷവും സുഖവും സമാധാനവും സംതൃപ്തി നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കിടയിൽ മവദ്ദത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ. യാ റഹ്മാൻ റഹീമീൻ അല്ലാഹുവെ, നിന്റെ കാരുണ്യത്തിന്റെ ധാര കൊണ്ട് ഞങ്ങളുടെ ജീവിതമാർഗങ്ങളെ നീ ഉയർത്തി തരണമേ. അതിനെ വിശാലമാക്കി തരണമേ. അതിനെ പിടിച്ചു വെക്കുന്നതിൽ നിന്ന് അല്ലാഹുവെ, നിന്നിലേക്ക് ഞങ്ങൾ അഭയം തേടുന്നു. അള്ളാഹുവെ, നിന്നോടല്ലാതെ മറ്റാരുടെ മുന്നിൽ കൈ നീട്ടാത്ത വിധം അള്ളാഹുവെ, ഞങ്ങളെ കൈകളെ റഹ്മത്തിലും ബർക്കത്തിലും ഐശ്വര്യത്തിലാക്കി തരണമേ. അള്ളാഹുവെ, പരീക്ഷണത്തെ നീ എളുപ്പമാക്കി തരണമേ. റഹ്മാനായ അള്ളാഹുവെ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുമ്മ ജർനി ഫീ മുസീബത്തി വഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ. അള്ളാഹുവെ, കച്ചവടങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്നവർ അള്ളാഹുവെ, ഞങ്ങളുടെ നാടുകളിൽ അള്ളാഹുവെ, അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ നീക്കി കൊടുക്കണമേ. ജീവിതമാർഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി തരണമേ. ജോലികളിൽ അള്ളാഹുവെ, റഹ്മത്തും ബർക്കത്തും ഐശ്വര്യം ഉന്നതി ഉയർച്ച നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളോട് കരുണ കാണിക്കാത്തവരെ അള്ളാഹുവെ, ഞങ്ങളുടെ ഭരണാധികാരികളാക്കുന്നതിൽ നിന്ന് അള്ളാഹുവെ, നിന്നിലേക്ക് ഞങ്ങൾ അഭയം തേടുന്നു. അള്ളാഹുവെ, ഈ ഈ മജ്ലിസിൽ അള്ളാഹുവെ, നീ തൃപ്തിപ്പെട്ട് സ്വീകരിക്കുകയും നിന്റെ ഖുർആന്റെ അഹലുകാരിൽ ഉൾപ്പെടാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണം. ഈ ഖുർആൻ അള്ളാഹുവെ, ഇനിയും ഒരുപാട് അള്ളാഹുവെ, പാരായണം ചെയ്യാനും അമൽ ചെയ്യാനും ഇതനുസരിച്ച് ജീവിക്കാനും അള്ളാഹുവെ, ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങൾ സഹോദരങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീക്കി കൊടുക്കണമേ. അവരുടെ എല്ലാ ആവശ്യങ്ങളും അള്ളാഹുവെ, നീ പൂർണ്ണമാക്കി കൊടുക്കുകയും അവരുടെ ഹൃദയത്തിൽ അള്ളാഹുവെ, നീ ഇൽമിന്റെ നൂറിട്ട് കൊടുക്കുകയും അള്ളാഹുവെ, നിന്റെ നൂറിൽ നിന്ന് അവർക്ക് നീ പകർന്നു കൊടുക്കുകയും ചെയ്യണമേ. അവരെയും നീ നേരെ വഴിയിലേക്ക് നയിക്കണമേ. റഹ്മാനായ അള്ളാഹുവെ, അള്ളാഹുവെ, ഞങ്ങളുടെ ഇണകളുടെ കുടുംബങ്ങൾക്ക് സമാധാനവും സന്തോഷം നൽകി അനുഗ്രഹിക്കണമേ. അവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീക്കി കൊടുക്കണമേ. അവരെയും നീ ഉയർത്തി അനുഗ്രഹിക്കണമേ. റഹ്മാൻ റഹീമീൻ അല്ലാഹുവെ, ഞങ്ങളുടെ ഈ കൂട്ടായ്മയെ അള്ളാഹു സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ വരെ എത്തിക്കുന്നതാക്കി അനുഗ്രഹിക്കണമേ. റഹ്മാനായ അള്ളാഹുവെ, ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ പൂർത്തീകരിച്ചു തരണമേ. അള്ളാഹുവെ, ഈ എഡ്യൂക്കേഷണൽ സിസ്റ്റം അള്ളാഹുവെ, ലോകം മുഴുവനും വിധാനിക്കുകയും അള്ളാഹുവെ, എല്ലാത്തരം ജനങ്ങൾക്കും എല്ലാ ഭാഷയിലും അള്ളാഹുവെ, ഇതിനെ നീ എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്യണമേ. റഹ്മാനായ അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് ജാരിയായ സദഖയായ അള്ളാഹുവെ, ഇതിനെ ദുനിയാവിൽ നിന്ന് നിലർത്തി കൊടുക്കുകയും വരും തലമുറകൾക്ക് അള്ളാഹുവെ, ഈ മജ്ലിസിനെ അള്ളാഹുവെ, നീ നിലനിർത്തി കൊടുക്കുകയും ചെയ്യണമേ. റഹ്മാന അള്ളാഹുവെ, നിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലായിക്കൊണ്ട് ജീവിച്ചു മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകുകയും ഞങ്ങളുടെ സ്വഭാവങ്ങളെ അള്ളാഹുവെ ഉന്നതമാക്കുകയും അള്ളാഹുവെ, എളിമയുള്ള വിനയത്തോട് കൂടിയിട്ട് ജീവിക്കാനുള്ള തൗഫീക്ക് എപ്പോഴും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അള്ളാഹുവെ, തിന്മയാലുള്ള എല്ലാ ദുസ്വഭാവങ്ങളിൽ നിന്നും അള്ളാഹുവെ, ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ. കുഫറിൽ നിന്നും അള്ളാഹുവെ, അസൂയയിൽ നിന്നും അഹങ്കാരങ്ങളിൽ നിന്നും അള്ളാഹുവെ, തിന്മകളാലുള്ള വാക്കുകളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ. ഞങ്ങളുടെ നാവിനെയും ഞങ്ങളുടെ ഹൃദയത്തെയും ഞങ്ങളുടെ ശരീരത്തെയും അള്ളാഹുവെ, നീ തൃപ്തിപ്പെടുന്ന രീതിയിൽ തന്നെ അള്ളാഹുവെ, നിന്നെ കണ്ടുമുട്ടുന്ന നാൾ വരെ അള്ളാഹുവെ, ഉന്നതമായ സ്റ്റേറ്റിലാക്കി അനുഗ്രഹിക്കണമേ. നിന്റെ നൂറിൽ നിന്ന് അള്ളാഹുവെ, ഞങ്ങൾക്ക് നീ അള്ളാഹുവെ പകുത്തു നൽകണമേ. ഞങ്ങളെല്ലാവരെയും നിന്റെ ഉത്തമ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അള്ളാഹുവെ, ഞങ്ങളുടെ സഹോദരിമാരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീ ഈ മജ്ലിസ് വിട്ടുകടക്കുന്നതിന് മുമ്പ് അള്ളാഹുവെ, നീക്കി അവരോട് നീ കരുണ കാണിക്കണമേ. അള്ളാഹുവെ, ഈ മജ്ലിസിനെ നീ തൃപ്തിപ്പെട്ട് സ്വീകരിക്കണമേ. എൻ്റെ അമലിനെ അള്ളാഹുവെ, നീ തൃപ്തിപ്പെട്ട് സ്വീകരിക്കുകയും അള്ളാഹുവെ, ഇത് നീ സ്വർഗത്തിലേക്ക് വേണ്ടി അള്ളാഹുവെ എൻ്റെ അമലായി നീ സ്വീകരിച്ച് അള്ളാഹുവെ, നീ തൃപ്തിപ്പെട്ട്
നീ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നിന്റെ നൂറിൽ നിന്നുള്ള നൂറ് അള്ളാഹുവെ ഞങ്ങളിൽ എപ്പോഴും നൽകി അനുഗ്രഹിക്കണമേ. ആ പ്രകാശത്തിൽ അള്ളാഹുവെ ഞങ്ങൾക്ക് നിന്റെ അടുത്തേക്ക് മടങ്ങി വരുന്നത് വരെ ജീവിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹുവെ അവസാന കർമ്മം ഏറ്റവും ഉന്നതമായ നീ തൃപ്തിപ്പെടുന്ന ഏറ്റവും നല്ല സൽക്കർമ്മം ചെയ്തുകൊണ്ട് നിന്നിലേക്ക് മടങ്ങാനും മലക്കുകൾ ആമീൻ പറയുന്ന മലക്കുകൾ സലാം ചൊല്ലി വിളിക്കുന്ന നിന്റെ ഒറ്റപരാടിമകളാകാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. റഹ്മാനായ അള്ളാഹുവെ നാളെ പരലോകത്തെ വിചാരണ ഞങ്ങൾക്ക് ലഘൂകരിച്ചു തരികയും വിചാരണ കൂടാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെട്ട നിന്റെ ഉത്തമരായ നിന്റെ അടിമകളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ ഇണകളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും ഞങ്ങളുടെ സന്തതി പരമ്പരകളെയും ഞങ്ങളെ കൂട്ടായ്മയെയും ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്ത എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് ഉന്നതരായ ഉത്തമരായ അയൽവാസികളെ ഇഹലോകത്തും പരലോകത്തും നൽകി അനുഗ്രഹിക്കണമേ. റഹ്മാനായ അള്ളാഹുവെ കുതന്ത്രക്കാരുടെയും തിന്മയാല ആളുകളുടെയും അള്ളാഹുവെ അസൂയ കൊണ്ട് അസൂയപ്പെടുന്നവരുടെയും എല്ലാ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നീ കാത്തുരക്ഷിക്കണമേ. ഇബ്ലീസിന്റെ എല്ലാ ഷറിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ സന്തതി പരമ്പരകളെയും കാത്തുരക്ഷിക്കണമേ. റഹ്മാനായ അള്ളാഹുവെ നീ നല്ല അറിവ്, നല്ല ഉത്തമമായ ഉന്നതമായ അറിവുകളെ നൽകി അനുഗ്രഹിക്കുകയും ആ അറിവ് നിനക്ക് തൃപ്തിപ്പെട്ട രീതിയിൽ അമലായി ചെയ്യാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അള്ളാഹുവെ റഹ്മറാഹിമീൻ അള്ളാഹുവെ ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബികളുടെയും ഉന്നതമായ അള്ളാഹുവെ സത്യവിശ്വാസികളുടെയും കൂട്ടത്തിൽ നാളെ സ്വർഗത്തില് ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ നിന്നെ കൺകുളിർക്കെ കണ്ടുമുട്ടാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹുവെ ഞങ്ങളുടെ എല്ലാ പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് റമളാനിലെ അള്ളാഹുവെ നീ തൃപ്തിപ്പെട്ട് സ്വീകരിക്കുകയും അള്ളാഹുവെ ഞങ്ങൾക്ക് ഇതിൽ നിന്നുള്ള 100 അള്ളാഹുവെ ഞങ്ങളുടെ ഇനി വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾക്ക് കൺകുളിർക്കെ കണ്ടുമുട്ടാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. നിന്റെ ആകാശ കവാടങ്ങൾ തുറക്കുകയും അള്ളാഹുവെ അതിലൂടെ ഞങ്ങൾക്ക് മഴ വർഷിപ്പിക്കുകയും അള്ളാഹുവെ ഞങ്ങളെല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട ഞങ്ങൾക്ക് അള്ളാഹുവെ നിന്നുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നീ ഇറക്കി തരികയും ചെയ്യണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത, ഹൃദയം കൊണ്ട് ചിന്തിക്കാൻ കഴിയാത്ത അത്രയും അനുഗ്രഹങ്ങളിലേക്ക് ഞങ്ങളെ നീ ഉയർത്തിത്തരയണമേ. അത് മറ്റുള്ളവർക്ക് കാരുണ്യമായി അവരിലേക്കും എത്തിച്ചു കൊടുക്കാൻ ഞങ്ങളെ നീ സബബാക്കി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ 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 റഹ്മതിക യാ അർഹമർ റഹീമീൻ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب. آمين 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 رحمتك يا أرحم. حمدا كثيرا طيبا مباركا فيه. الحمد لله رب العالمين. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. حمدا كثيرا طيبا مباركا فيه. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.